അപ്പൊ എന്റെ പേര് ശ്രീജ പ്രദീപ്, ചേളന്നൂർ സ്വദേശിയാണ്. MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ഇന്നിപ്പം ഫുൾ ടൈം കരിയറായി ഫാമിലി ആയിട്ട് ഏറ്റെടുത്ത് ചെയ്യാണ്. ഈ ഒരു അവസരം പ്രദാനം ചെയ്ത സുധാകരേട്ടനും നമ്മുടെ ഗ്രേറ്റ് മെന്റർ ഭവനി സാറ്, അതേപോലെ തന്നെ നമുക്ക് മോട്ടിവേഷൻ ആയിട്ട് ഒരുപാട് ലീഡേഴ്സ് അതിന്റെ മുകളിലുള്ള ബല്ലി സാർ മുതൽ സുബി സാർ, ധനീഷ് മാധവൻ സാർ, ഒരുപാട് ലീഡേഴ്സിന്റെ ലവ് ലൈൻസ് ആയിട്ട് ഒക്കെ തന്നെ നമുക്ക് ഒരുപാട് ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ തന്നവർക്കും, അതേപോലെ തന്നെ ഈ ഒരു ശ്രീജ പ്രദീപിന് നിലനിൽപ്പുണ്ടെങ്കിൽ അത് എന്റെ സ്വന്തം കഴിവല്ല, അപ്പൊ എന്റെ ടീമിനാ. അപ്പൊ എന്നെ ഈ ഒരു ലെവലിലേക്ക് എത്തിക്കാൻ കരുത്തറ്റ രണ്ട് ടീമിനെ ദൈവം സഹായിച്ചുകൊണ്ട് തന്നെ ആ ഒരു ടീമിനും ഞാൻ നന്ദി പറയാണ്. അപ്പൊ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം, കാരണം ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ സാധിച്ചതിനും എനിക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ, ഞാൻ എങ്ങനെയാണോ വിജയിച്ചത്, ഞാൻ എന്താണോ അതിൽ ചെയ്തതെന്നുള്ള കാര്യങ്ങൾ ഇവിടെ പറഞ്ഞുതരാൻ എന്നെ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഞാൻ നളന്ദയിലേക്ക് വരുന്ന സമയത്ത് ചെറൂർ സാർ വിളിച്ചത്. സത്യം പറഞ്ഞാൽ ഒരാഴ്ച മുന്നേ ഒന്നും എന്നെ ആരും ബുക്ക് ചെയ്യില്ല, കാരണം ഞാൻ നാളെയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് നോട്ട് ചെയ്ത് വെച്ചു. അപ്പൊ എന്നോട് പിന്നെ പറയാ, ഡേറ്റ് നോക്കിയിട്ടില്ല അല്ലെ, 23-നാണ് ഞാൻ 23-ലേക്ക്. അപ്പൊ ആ ഒരു സാറിന്റെ ഒരു കമ്മിറ്റ്മെന്റ്, ശരിക്കും പറഞ്ഞാൽ അത് മാത്രം മതി. ഈ ഒരു ടീമിന്റെ, നമ്മളെ ടീമിന്റെ റെസ്പോൺസിബിലിറ്റി മാത്രം ഏറ്റെടുത്താൽ മാത്രമേ ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് വിജയിച്ചു പോകാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും ഈ ബിസിനസ്സിലേക്ക് വരുന്നതിന്റെ മുന്നേ പക്ക നെഗറ്റീവായ ഒരു ലേഡി ആയിരുന്നു ഞാൻ. എനിക്ക് തോന്നുന്നില്ല ഇത്രയേറെ ഒരു ഹസ്ബൻഡിനെ വേദനിപ്പിച്ചിട്ട് ഒരാളും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു ഇത്രയും ഒരു ബിസിനസ് ചെയ്യാൻ. കാരണം 5 ലക്ഷം മുടക്കിയിട്ട് ഒരു തുണി ഷോപ്പ്, എന്റെ ഹിസ്റ്ററി എല്ലാവർക്കും അറിയുന്നതാണ്. ചിലപ്പം പുതിയ ആരെങ്കിലും ഈ ഒരു സൂം പ്ലാറ്റ്ഫോമിൽ ഉണ്ടെങ്കിൽ അവർക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്ന, ഒരു ഒട്ടും സമയം പാഴാക്കാൻ നമുക്ക് ഇനി ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. കാരണം ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കുന്നതിന് മുന്നേ ഞങ്ങളൊരു തുണി ഷോപ്പ് ഉണ്ടായിരുന്നു. 5 ലക്ഷം മുടക്കിയിട്ട് വീടിന് വെച്ച പൈസയാണ് ആ ഒരു ഷോപ്പിൽ. നാളുകളിലേക്ക് വിജയിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു ബിസിനസ് തുടങ്ങാം. പക്ഷെ ട്രഡീഷണൽ മാർക്കറ്റിംഗ് ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ്. അത് നഷ്ടായാലും കഷ്ടായാലും ഇഷ്ടായാലും ഒക്കെ നമ്മൾ സ്വന്തം സഹിക്കണം, വേറെ ആരും ഉണ്ടാവില്ല നമ്മളെ കൂടെ. പക്ഷെ എന്നാലും രക്ഷപ്പെടുന്നു വിചാരിച്ചു ഒരു വർഷം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോയി. അടുത്ത വർഷത്തിലേക്ക് കടന്ന് അടുത്ത വർഷത്തിലേക്ക് ഒരു 7.5 വർഷം ആ ഷോപ്പ് കൊണ്ടുവരുന്നതിന്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് കടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ 10-13.5 ലക്ഷം ബാധ്യത ആ ഒരു ഷോപ്പ് കൂടി ഉണ്ടായ സമയത്ത് ഇനി ജീവിതം ഒരിക്കലും ഒരു 830 രൂപ അല്ലെങ്കിൽ ഒരു 850 രൂപ കൂലിപ്പണി എടുക്കുന്ന ഒരാൾക്ക് ഇത്രയും കടമൊന്നും വീട്ടാൻ ഒരിക്കലും സംഭവിക്കാത്ത കാര്യമെന്ന് മനസ്സിലായ സമയത്ത് ഇനി ജീവിതം ചോദ്യചിഹ്നത്തിന് മുമ്പിൽ. മരിക്കണോ ജീവിക്കണോ, അല്ലെങ്കിൽ ഇനി കുറച്ച് വിഷം വെച്ച് തന്നാൽ ഞാൻ നിങ്ങളെയും മക്കളെയും ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കാൻ വേണ്ടി അത്രയും ഞാൻ എന്താ പറയാൻ വാക്കുകളില്ല, അങ്ങനെ ഞാൻ വിചാരിച്ചു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും പ്രതികരണം എന്തിനും പോസിറ്റീവ് കാണുന്ന ഒരാളാണ് എന്റെ ഹസ്ബൻഡ്. അപ്പൊ എന്നോട് പറയും, എന്നെ കൊല്ലാനല്ല ഞാൻ കൊണ്ടുവന്നത്, ജീവിക്കാൻ തന്നെയാണ്, എങ്ങനെയെങ്കിലും ജീവിച്ചേ അത് വിജയിച്ചിട്ട് എന്നെ മുന്നോട്ട് നീങ്ങുള്ളൂ എന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ള ഒരാളായതുകൊണ്ട് തന്നെ ആ ഒരു എന്താ പറയാ അറ്റംപ്റ്റിന് മുതിരാതെ തന്നെ നമ്മൾ ഈ ഒരു ബിസിനസ്, ഈ ഷോപ്പ് ഇത്രയും ബാധ്യതയിൽ പോകുന്ന സമയത്താണ് സുധാരേട്ടനും ഭവനി സാറും കൊണ്ട് ഞങ്ങൾ ഷോപ്പിലേക്ക് കുറച്ച് ഉൽപ്പന്നങ്ങൾ, അന്ന് ഒരു 500 രൂപേന്റെ പ്രൊഡക്റ്റ് പോലും വാങ്ങാനുള്ള കഴിവ് ഞങ്ങൾക്കില്ല. 5000 രൂപേന്റെ പ്രൊഡക്റ്റ് സുധാരേട്ടൻ തന്നെയാണ് കയ്യിൽ നിന്ന് എടുത്തിട്ട് ഞങ്ങളെ ഷോപ്പ് കൊണ്ടുവച്ചിട്ട് പറഞ്ഞു, ഒരു പേസ്റ്റ് വിറ്റാൽ 50 രൂപ കിട്ടും ശ്രീജ, 30 എനിക്ക് തന്നാൽ മതി, 20 നീ എടുത്തോ. ഞങ്ങള് വിറ്റ് കൊടുക്കുന്നതിന്റെ ഒരു കൂലി എന്നുള്ള ലെവല്. ആളൊരു സുധാരേട്ടൻ ഒരു കിഡ്നി പേഷ്യന്റ് ആണ്. വൈഫിന്റെ കിഡ്നി ഒക്കെ എടുത്തിട്ട് ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത ആ സമയത്ത്, ജോലിക്കൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവരൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം ഇറങ്ങിയതാണ് എന്റെ ഹസ്ബൻഡ്. പക്ഷെ 4 ദിവസം ആ ഷോപ്പിൽ ആ ഒരു പ്രൊഡക്റ്റ് വെച്ച് ഞാൻ പറഞ്ഞു, കുറച്ച് ചോപ്പ് കുപ്പിയിൽ കുറച്ച് മരുന്നുകളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്, വേണമെങ്കിൽ നിങ്ങൾ എടുത്ത് വിറ്റോളി, എന്നെ കൊണ്ട് ഇത് ഒരിക്കലും കഴിയൂല, എന്നെ കൊണ്ട് കഴിയുന്നതും അല്ല, ഞാൻ ഇത് സമ്മതിക്കുകയല്ലേ ചെയ്യാൻ തന്നെ. കാരണം ഉള്ളിലേക്ക് കഴിക്കാനുള്ള മരുന്നാണ്, ഇനി ആർക്കെങ്കിലും എടുത്തു കൊടുത്താൽ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് ജയിലിൽ പോയി കിടക്കാൻ പോലും പറ്റൂല എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ നെഗറ്റീവ് അടിച്ച് കുറേ ദിവസം അവിടെ ഇരുന്നു. ഒരാൾ പോലും വന്നപ്പോൾ ആരോടും ചോദിച്ചിട്ടുമില്ല, ആർക്കിട്ട് കൊടുത്തിട്ടുമില്ല. ഷോപ്പിലാകുമ്പോൾ നമുക്ക് വരുന്ന തുണികൾ എടുത്തു കൊടുത്താൽ മതി. പക്ഷെ അങ്ങനെ കുറച്ച് ദിവസങ്ങൾ പോയി. പതേട്ടൻ പണി കഴിഞ്ഞ് വരും, ഉച്ചയ്ക്ക് ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ വരും. ചോറ് കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ, ഈ ചോറ് ഭക്ഷണം കഴിച്ച് ഷോപ്പിലെത്തിയാൽ എന്നോട് പറയും, ഇത് ആർക്കെങ്കിലും ഒന്ന് കൊടുക്കണ്ട, ഈ ഒരൊറ്റ ഒന്നും വിറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ്. പിന്നെ പൊതുവെ ഒരു മനസ്സിനൊരു വിഷമം, കാരണം ഇങ്ങനെ പറഞ്ഞിട്ട് അത് ചെയ്തു കൊടുത്തില്ലെങ്കിൽ എനിക്കൊരു വിഷമമല്ല വിചാരിച്ചിട്ട് മൂപ്പര് അതെന്ത് ചെയ്തു, ഒരു സൈക്കിൾ പോലും ഇല്ലാത്ത ആ ഒരു സാഹചര്യത്തിൽ ഒരു കവറിലിട്ടിട്ട് വീടാന്തരം കൊണ്ടുവരുന്ന വിറ്റ്. അന്ന് എന്നോട് പറഞ്ഞു, ഞാൻ എന്തായാലും വേണ്ടില്ല, ഞാൻ ഒന്ന് ഇറങ്ങി നോക്കട്ടെ, സോപ്പും പേസ്റ്റും ഒക്കെ അല്ലേ. ഞാൻ അങ്ങനെ ബ്രോഷർ എടുത്ത് അതിൽ നോക്കുന്ന സമയത്ത് ആയുർവേദത്തിലെ കുറെ ഉൽപ്പന്നങ്ങൾ അതാണ്. അല്ല, ആ ചുവപ്പ് കുപ്പിയുള്ളതൊന്നും സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്തതാണ്. നമ്മൾ പറമ്പ് കാണുന്ന കുറുന്തോട്ടിയും മുക്കുരു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയല്ല. അതുകൊണ്ട് തന്നെ പേടിക്കാനൊന്നുമില്ല. ഒരു 21 വർഷം ഒരു ആയുർവേദ വൈദ്യന്റെ കൂടെ നിന്നുകൊണ്ട് തന്നെ ആയുർവേദത്തിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ്.
അതുകൊണ്ട് തന്നെ കൊണ്ടുപോയി വിറ്റ്. പക്ഷെ ചിലര് ഗേറ്റിന്റെ അടുത്ത് എത്തുമ്പോൾ തന്നെ പറയും ഇങ്ങോട്ട് കയറണ്ടെന്നുള്ള ലെവലിലാണ് സംസാരിക്കുക. പക്ഷെ അവർക്കൊക്കെ നമ്മളൊരു ബ്രോഷർ ഉണ്ടായിരുന്നു, ആ ബ്രോഷർ കൊടുത്ത് അതിലൊരു പേരും ഫോൺ നമ്പറും വെച്ചു. നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, വെല്ല ഹാർട്ട് ഉണ്ട്, അറ്റാക്കിനുള്ള, അതുപോലെ തന്നെ പൈൽസിനുള്ള, ഇമ്മ്യൂണിറ്റി പ്ലസ് ഉണ്ട്. നിങ്ങൾക്ക് ഇല്ലാത്ത അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ ആർക്കും എല്ലാവർക്കും ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാവും പറയും, പക്ഷെ പുറത്ത് പറയാത്ത കാരണത്താലായിരിക്കും. പക്ഷെ ബ്രോഷർ കൊടുത്ത ആളുകൾ അതവിടെ വാങ്ങി വെച്ച് പേസ്റ്റും സോപ്പും വാങ്ങിച്ച ആളുകൾ വീണ്ടും വിളിക്കാൻ തുടങ്ങി. നമ്മളെ പ്രൊഡക്റ്റിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയുന്നതാണല്ലോ. ഒരു പ്രാവശ്യം കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ പ്രൊഡക്റ്റ് സംസാരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷെ പ്രൊഡക്റ്റ് സംസാരിക്കാൻ തുടങ്ങി. ഒരു പ്രാവശ്യം കൊടുത്ത ആളുകൾ വീണ്ടും വിളിക്കാൻ തുടങ്ങി. ബ്രോഷറിൽ കൊടുത്ത ആളുകൾ വെൽഹാർട്ടിനും ഇമ്മ്യൂണിറ്റി പ്ലസിനും ഒക്കെ ഓർഡർ കിട്ടാൻ തുടങ്ങി. ഇപ്പൊ മുതലാണ് നല്ല ഉഷാറായി. കാരണം അന്ന് കൊണ്ടുപോയ പ്രൊഡക്റ്റുകൾ മുക്കാലും വിറ്റിട്ട് തന്നെയാണ് വന്നത്. നല്ല റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടി. അതിന്റെ മുകളിൽ അതേ വിലയ്ക്ക് കൊടുത്ത് 5-10 രൂപ കുറച്ച് കൊടുക്കാന്നല്ലാണ്ട് ഒരു രൂപയും കുറയ്ക്കാതെ തന്നെ റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടിയ സമയത്ത് മൂപ്പർക്ക് നല്ല സന്തോഷമായി. കൂലിപ്പണിക്ക് പോയിട്ട് 850 രൂപ ദിവസം കിട്ടുന്ന ആൾക്ക് എനിക്ക് വന്ന് അന്ന് ഒരു 2000 രൂപേന്റെ അടുത്ത് തന്നെ നല്ല നല്ല പ്രോഫിറ്റും എല്ലാം കൂടി ആയിട്ട് നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയപ്പോ സമയത്തിനോട് പറഞ്ഞത് നല്ലോണം പോകുന്നുണ്ട്, എന്തായാലും വേണ്ടില്ല ഒരു കൈ നോക്കാന്ന് പറഞ്ഞ്. അങ്ങനെ ദിവസവും ഞങ്ങളുടെ ഷോപ്പിൽ ഭവാനി സാർ വന്നിരിക്കും. എന്നിട്ട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരും. നമുക്കറിയാലോ, ഒരാളെ നമുക്ക് കിട്ടിയിട്ട് നമ്മൾ ഇതിനെ ഫോളോ അപ്പ് ചെയ്യുന്ന എത്ര നിരന്തരം ഫോളോ അപ്പ്. ഞങ്ങളുടെ ഷോപ്പിൽ എന്നും 10 മണിയാകുമ്പോഴേക്കും ഞാൻ ഷോപ്പ് തുറക്കുമ്പോഴേ അയാൾ ഞങ്ങളുടെ ഷോപ്പിൽ ഉണ്ടാവും. ഭാര്യ വീട്ടിലാ കൂടുന്നു. അപ്പൊ വീടൊന്നും ഇല്ലായിട്ട് ഭവാനി സാർ കൂടുന്നത് ഗോപികാന്റെ വീട്ടിലാണ്. അത് ഞങ്ങളെ വീടിന്റെ അടുത്തായത് കൊണ്ട് തന്നെ സൂര്യക്കേട് മുഴുവൻ എന്റെ ഷോപ്പിലാ. രാവിലെ വന്നിരുന്നിട്ട് ഈ പ്ലാൻ ഇങ്ങനെ പറഞ്ഞുതരും. അപ്പുറം ഇപ്പുറം 10,000 മാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്ര വരുമാനം കിട്ടും എന്നൊക്കെ പറയുമ്പോൾ ഞാനത് തീരെ ശ്രദ്ധിക്കാൻ പോയില്ല. കാരണം എനിക്കത് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ. കാരണം എനിക്ക് ഇതിനൊന്നും കഴിയില്ല. കാരണം ഒരാളോട് പോലും സംസാരിക്കാൻ അറിയില്ല. ഒരു ബസ് പോയിരുന്നാൽ പോലും അടുത്ത് ആരാ ഇരിക്കുന്നത് ഒന്ന് ചിരിക്കുക എന്നല്ലാണ്ട് ഒരാളോട് എനിക്ക് സംസാരിക്കാൻ അറിയില്ല. അതുകൊണ്ട് തന്നെ ഈ ബിസിനസ് സംസാരിക്കാൻ അറിയുന്നവർക്കുള്ള എന്നൊക്കെ പറഞ്ഞ് ഞാൻ നെഗറ്റീവ് അടിച്ചു. പക്ഷെ ഈ പിറ്റേന്ന് സാറ് വന്ന സമയത്ത് പ്രൊഡക്റ്റ് ഒക്കെ ഷോപ്പിൽ നിന്ന് പോയ എന്നോട് വെച്ച് ഇതൊക്കെ ശ്രീജേച്ചി വിറ്റോന്ന് വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനല്ല വിറ്റത്, എന്റെ ഹസ്ബൻഡ് ആണ്. അപ്പാണ് സാറ് ഞെട്ടിപ്പോയത്. കാരണം വെച്ചാല് എന്നോടൊക്കെ പറയുന്നത് ഒരാളെയും മുൻവിധിയോട് കൂടി കാണരുത് എന്ന് പതിയേട്ടനിൽ കൂടിയാണ് സാറ് പഠിച്ചത്. കാരണം സാറിനെ കണ്ട സമയത്ത് ഭവനി സാർ വിചാരിച്ചത് ഇത് ശ്രീജേച്ചിക്ക് മാറ്റി മാത്രമേ പറ്റുള്ളൂ, ഞാനാണ് ഷോപ്പിൽ അണിഞ്ഞൊരുങ്ങി ഇങ്ങനെ നിൽക്കുന്നത്, അപ്പൊ ഞാനേ ഇത് വിൽക്കുള്ളൂ എന്നുള്ള ഒരു മുൻധാരണയായിരുന്നു സാറിന്. പക്ഷെ പ്രതിയേട്ടൻ ഇത് കൊണ്ടുപോയി വിറ്റ് നിന്നപ്പം ഭവനി സാർക്ക് ഭയങ്കര സന്തോഷമായി. പ്രതിഭേട്ടന്റെ രൂപം എന്ന് പറയുന്നത് എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ഒരുപാട് കടം വന്ന് എന്റെ സൂര്യക്കേട് വേറെ. അപ്പൊ താടി മുടിയൊക്കെ നീട്ടി ഒരു ഭ്രാന്തൻ വേഷത്തിൽ തന്നെയായിരുന്നു ആള്. കാവി മുണ്ടും കള്ളി ഷർട്ടും ഒക്കെ ഇട്ടിട്ട് വരും. മണ്ണില് കുളിച്ചിട്ടാണ് ഭവാനി സാറ് കാണുന്നത്. പക്ഷെ ഈ ഒരാൾക്ക് ഇത് സംഭവിക്കൂല എന്നുള്ളൊരു മുൻവിധിയായിരുന്നു. പക്ഷെ പിന്നെ ഭവാനി സാർ നേരെ പ്ലേറ്റ് മാറ്റി രാവിലെ തൊട്ട് എന്റെ ഷോപ്പിൽ വന്നിരിക്കുന്ന ആള് പിന്നെ ഉച്ചയ്ക്ക് ശേഷം വരാൻ തുടങ്ങി. പ്രതിയേട്ടൻ പണി കഴിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് കാരണം പ്രതിവേട്ടനെ എങ്ങനെയെങ്കിലും ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറക്കണം എന്നുള്ളൊരു ഒറ്റ ഒരു ചിന്തയോട് കൂടി തന്നെ സാറ് പിറ്റേന്ന് വന്നും കണ്ട് പ്രതിവേട്ട അപ്പോഴേക്ക് ഞങ്ങൾ നല്ല പ്രതിവേട്ടൻ നല്ലോണം റീറ്റെയിലും റീപർച്ചേസും ചെയ്തിട്ടുണ്ടായിരുന്നു. റീറ്റെയിൽ ചെയ്ത സമയത്ത് ഞങ്ങൾക്ക് കിട്ടുന്ന പൈസ പോലും ഷോപ്പിലേക്ക് നമ്മളെ പ്രൊഡക്റ്റ് വിറ്റിട്ടുള്ള പൈസ പോലും ഷോപ്പിലേക്ക് ഇറക്കണ്ട. കടക്കാർ ഇങ്ങനെ അടവുകാർ വരുമ്പോൾ അവർക്ക് കൊടുക്കും. അപ്പൊ ഭവാനി സാറിന്റെ അടുത്ത് വന്ന് പറഞ്ഞ പ്രതിവേട്ട ഇത് ഇങ്ങനെ വിൽക്കുന്ന പൈസ നമ്മൾ റീപർച്ചേസ് ചെയ്യണം. കാരണം നിങ്ങൾക്ക് റാങ്കുകൾ ഉണ്ട്. നമുക്ക് ആളെ ചേർക്കേണ്ട പരിപാടി ഒന്നുമല്ലത്. കാരണം ആളെ ചേർക്കണം, ആളെ കൊണ്ടുവരുന്നത് എന്തിനാ വെച്ചാൽ പാസീവ് ഇൻകം കിട്ടാൻ ആളെ കൊണ്ടുവരുന്നത്. അല്ലാണ്ട് വരുമാനം വേണമെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരാളെയും ചേർക്കണം. നമുക്ക് 3 ഐഡിയ അടിച്ചിരുന്നു. ഞാൻ ശ്രീജേച്ചിനോട് ഈ ഒരു പ്ലാന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ശ്രീജേച്ചി അത് കേൾക്കാൻ തയ്യാറായിട്ടില്ല, ശ്രീജേച്ചിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് പ്രതിഭയുടെ ഇരുന്ന് കേൾക്കണമെന്ന് നമുക്ക് 3 ഐഡിയ അടിച്ചു തരും. ഈ 3 ഐഡിയയിൽ ലെഫ്റ്റും റൈറ്റും ചെയ്തിട്ടാണ് ഞങ്ങൾ റൂബി റാങ്ക് വരെ എത്തി. അന്ന് ടീമിനെ പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ല റൂബി റാങ്ക് എത്തിയത് റീറ്റെയിലും റീപർച്ചേസും ചെയ്തിട്ടാണ്. അപ്പൊ ഇവിടുന്ന് കിട്ടുന്ന പൈസ നിങ്ങൾ ഒരിക്കലും തിരിമറി ചെയ്യരുത്. കാരണം അതിന് പ്രോഫിറ്റ് വേറൊരു ബോക്സിലും മുതൽ വേറൊരു ബോക്സിലും ഇട്ടേക്കാൻ പറഞ്ഞു. കാരണം വെച്ചാൽ ഞങ്ങൾ കയ്യിൽ ക്യാഷ് കിട്ടിയാൽ അന്നപ്പം തന്നെ അത് എതിലെയാ പോകുന്നതല്ല, കടലിൽ കായം കലക്കിയാണ് ഉണ്ടാവുക. പൈസ കിട്ടുമ്പോഴേക്കും അത് അങ്ങ് തീർന്നു. അപ്പൊ സാർ അതിനൊരു സൊല്യൂഷൻ പറഞ്ഞു. പ്രോഫിറ്റ് ഒരു ടിന്നിലും അതുപോലെ തന്നെ മുതൽ ഒരു ടിന്നിലും ഇട്ടേക്കാം. മുതൽ തൊട്ട് കളിക്കരുത്, വിത്ത് തിന്നരുത് എന്നാണ് ഞങ്ങളോട്. വിത്ത് തിന്നാല് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഫലം കിട്ടണമെങ്കിൽ ഈ സംഭവം ഇവിടെ ഉണ്ടാവണം. കാരണം നമ്മൾ ഇറക്കിയ സ്റ്റോക്ക് 5000 രൂപയുടെ സ്റ്റോക്കാണ് സുധാരേട്ടൻ കൊണ്ടു തന്നെങ്കിൽ അത് നിങ്ങളെ കയ്യിൽ എല്ലാ വെള്ളിയാഴ്ച ആകുമ്പോഴേക്കും ഉണ്ടാവണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഞങ്ങൾ ആ മിസ്റ്റേക്ക് ചെയ്തില്ല. അങ്ങനെയാണ് ഞങ്ങൾ റൂബി റാങ്ക് വരെ എത്തിയത്. അപ്പം പ്രതിവട്ടം ഇരിക്കി ഇതിൽ കൂടി നമ്മൾ നടക്കുമ്പോൾ മാത്രമേ ഇത് സംഭവിക്കുള്ളൂ റീറ്റെയിൽ ചെയ്യാൻ. കാരണം 4 ദിവസം നമ്മൾ കിടന്നു പോവുകയാണെങ്കിൽ GTS എല്ലാ GTSനും കൂട്ടി പോവുകയെന്ന് പറഞ്ഞു സാർ. അത് കേട്ട് GTSൽ പാസീവ് ഇൻകം എന്നൊരു സംഭവം കേൾക്കല്ലേ.
അത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങളെ കൂടെ ടീം വേണം എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഇതുവരെ പ്രദീപേട്ടൻ റീറ്റെയിൽ കൊടുത്ത ആളുകൾക്കൊക്കെ നമുക്ക് കിട്ടുന്ന വിലയ്ക്ക് കൊടുക്കാൻ പറഞ്ഞു. കുറേ ആളുകൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന പ്രൊഡക്റ്റ്. അപ്പോൾ അപ്പൊ ചോദിച്ചു അത് അങ്ങനെയാകുമ്പോൾ എനിക്ക് എന്താ ലാഭം ഉണ്ടാവും? എത്രയും പ്രോഫിറ്റ് കിട്ടുന്ന ഞാൻ ആ വിലയ്ക്ക് കൊടുക്കുമ്പോൾ എനിക്കൊരു ലാഭം ഉണ്ടാവും, നടക്കൂല സാറേ പറഞ്ഞു. അപ്പം അതല്ല പ്രതിവട്ട, അതിനൊക്കെ ഞാൻ പറഞ്ഞത് അത് ഒരാഴ്ച വരുമാനം ടീം വർക്ക് ചെയ്യുമ്പോൾ അത് വേറെ കിട്ടും. റീറ്റെയിൽ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ചെയ്യുകയും ചെയ്യാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. അങ്ങനെയാണ് ചെറിയൊരു ടീം ഉണ്ടാക്കാനുള്ള പ്ലാൻ ചെയ്തത്. അന്നപ്പോ എനിക്ക് അധികം ദേഷ്യമായി. കാരണം വെച്ചാൽ ഇനിയിപ്പം പണിക്ക് പോകുന്ന ആള് അതും കൂടി നിർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം. കാരണം ഈ ബിസിനസ്സിൽ തുടക്ക സമയത്ത് വലിയ ഇൻകം ഒന്നും കിട്ടൂല. അപ്പൊ ഇനി ഇയാൾ ഈ പണിയും കൂടി നിർത്തുമോ എന്നുള്ളൊരു പേടി എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഭവാനി സാർ അത് നിർത്തിച്ചു തന്നെ പറയാം. കാരണം ഭവാനി സാർ എന്നും ഷോപ്പിൽ വന്നു കണ്ട് ഇതിനെ മോട്ടിവേറ്റ് ചെയ്ത് ഇങ്ങനെ അത്ത് വാങ്ങിത്തരാം ഇത് വാങ്ങിത്തരാന്ന് പറഞ്ഞ് ആളാണെങ്കിൽ എന്തും പോസിറ്റീവായിട്ട് കാണുന്ന ആളാണ്. ഒരാൾ എന്താ പറഞ്ഞാൽ അത് അന്നപ്പം തന്നെ അതിലേക്ക് കയറുകയും ചെയ്യും. കണ്ണടച്ച് വിശ്വസിക്കും ആരെയും. അപ്പോൾ അങ്ങനെ ഇറങ്ങാൻ തുടങ്ങി. അന്നപ്പോ സാർ പ്രതികാരന്റെ രൂപം മാറ്റണം. കാരണം ഈ ഒരു കോലത്തിലൊന്നും ഒരു വീട്ടിലേക്കും പോകാൻ പറ്റില്ല. ഈ ഭ്രാന്തൻ വേഷത്തിലൊന്നും പോയാൽ ശരിയല്ല. പറഞ്ഞ പ്രതികാരനെ പിന്നെ ഒരു ബാർബർ ഷോപ്പ് കൊണ്ടുപോയിട്ട് എല്ലാം എന്താ പറയാ, ഒരു ശില്പമാക്കുമ്പോൾ ഒരുപാട് വേദനകൾ സഹിക്കേണ്ടി വരുന്നില്ല. വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ കുത്തി മിനുക്കിയിട്ട് നല്ലൊരു രൂപമാക്കി മാറ്റാൻ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. കാരണം നിന്ന് കൊടുത്തു എന്നുള്ളതാട്ടോ. നമ്മളെ ലീഡർ നമ്മൾ പറയുന്ന സമയത്ത് വിചാരിക്കും ഓനാരെന്നെ പഠിപ്പിക്കാന്ന് പറഞ്ഞു നമ്മളത് അനുസരിച്ചിട്ടില്ലെങ്കിൽ നമുക്കത് മാറ്റങ്ങൾ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. പക്ഷെ അത് ബാർബർ ഷോപ്പ് നിങ്ങോട്ട് ഇറങ്ങിയപ്പോ ഇത്രയും നല്ലൊരു സുന്ദര രൂപമായിരുന്നു എന്നുള്ളത് ഞാൻ തന്നെ ചിന്തിച്ചു പോയിട്ടുണ്ട്. അത്രയും ലെവലിലേക്ക് മാറ്റി. പിന്നെ പ്രതിഭട്ടനോട് പറഞ്ഞ് പ്രതിഭട്ട ഈ കാവി മുണ്ടും ഇങ്ങനത്തെ മുഷിഞ്ഞ വേഷമൊന്നും ഇട്ട് പോകാൻ പറ്റില്ല, ഒരു വെള്ള മുണ്ടും ഷർട്ടും ഇട്ട് പോരണം, അല്ലെങ്കിൽ ഒരു പാന്റ് കൊടുക്കണം എന്ന് പറഞ്ഞു. ആ പാന്റ് എനിക്കില്ല സാറേ പറഞ്ഞു. അപ്പൊ സാറ് ഞെട്ടിപ്പോയി. കാരണം എന്താ വെച്ചാല് ഇതുവരെ പാന്റ് കൊടുത്തിട്ടില്ലേ? ഇല്ല, എനിക്ക് ഇതുവരെ പാന്റ് ഇല്ല. എന്നാ ഞാൻ ശരിയായി തരാം അന്ന് 2 ദിവസം വെള്ളം മുണ്ടൊക്കെ ഉടുപ്പിച്ച്. പിന്നെ ഞങ്ങൾക്ക് ഒരു ടാർഗറ്റ് വെച്ചത് ഒരു 10,000 ബിസിനസ് ഈ ആഴ്ച ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ബിഗ് ബസാർ ഒരു കൂപ്പൺ തരാം, നിങ്ങൾ പോയി ഡ്രസ്സ് ഒരു പാന്റും ഷർട്ടും വാങ്ങണം എന്ന് പറഞ്ഞു. അങ്ങനെ അത് എന്ത് ടാർഗറ്റ് വെച്ചാലും അത് അച്ചീവ് ചെയ്യാന്നുള്ളത് പ്രതിയാണ് ഭയങ്കര ഒരു ആവേശമായിരുന്നു. എങ്ങനെയെങ്കിലും റീറ്റെയിൽ ചെയ്തിട്ടാണെങ്കിലും ഒരാഴ്ച കൊണ്ട് ആ ഒരു അച്ചീവ്മെന്റ് ഉണ്ടാക്കും. അങ്ങനെ ഞങ്ങൾക്ക് ഒരു ബിഗ് ബസാർ കൂപ്പൺ തന്നു. അതിന് ഞാനും പൊതയാണും തന്നെയാണ് ആദ്യമായിട്ട്. സാറും പോകുന്നു ബിഗ് ബസാറിലൊന്നും പോയിട്ടില്ല അതുവരെ. അങ്ങനെ ഒരു പാന്റും ഷർട്ടും എടുത്ത് അത് അടിച്ചിട്ട് പിറ്റേന്ന് മുതൽ ആളുകൾ കളിയാക്കാൻ തുടങ്ങി. നമുക്കറിയാലോ, ആദ്യമായിട്ട് പാന്റ് എടുക്കുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബിസിനസ്സിൽ വന്ന ഫസ്റ്റ് മാറേണ്ട ഡ്രസ് കോഡ് തന്നെയാണ്. അത് മാറാൻ തയ്യാറായി, ഇൻസൈഡ് ചെയ്ത് തരാൻ തുടങ്ങി. അപ്പൊ ആളുകൾ ഇങ്ങനെ എന്റെ ഷോപ്പിൽ നിന്ന് ഞാനാ കേൾക്കുന്നത്, ചിരിക്കും, കളിയാക്കി ചിരിക്കും. അവന്റെ ഒരു പോക്ക് കണ്ടില്ലേ, കൂലിപ്പണി എടുക്കുന്നവൻ വന്ന് പിന്നെ വരുന്ന ലെവല് എന്നുള്ള ലെവൽ, അങ്ങനെ കുറെ കളിയാക്കൽ. ഞാൻ പറഞ്ഞു പിറ്റേന്ന് ഇവിടെ വന്നിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾ പാന്റ് ഉടുത്തു പോകരുത്, കാരണം ഒരുപാട് ആളുകൾ കളിയാക്കുന്നുണ്ട്, അത് ഞാനേ കാണുന്നുള്ളൂ, നിങ്ങളത് കാണൂലെന്ന്. അപ്പൊ എന്നോട് പറഞ്ഞ് നാട്ടുകാരെ വായ അടിക്കാൻ വെക്കാവൂല, അത് ഒരു ചെവി കൂടി കേട്ട് മറു ചെവി കൂടി എടുത്ത് കളയ തന്നെ ചെയ്താൽ മതി, വേറെ ഒന്നും നോക്കണ്ട. ഞാൻ എന്തായാലും ഭവാനി സാർ പറയുന്നത് ഞാൻ അനുസരിക്കും, ഞാൻ നോക്കട്ടെ ഇത് വിജയിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നാണ്. എന്റെ വാക്കുകൾ ഞാൻ കേൾക്കൂല എന്ന് തന്നെ പറഞ്ഞു. ഞാൻ പറയുന്ന ഒന്നും കേൾക്കാതെ ആ കൂലിപ്പണിയും നിർത്തി. ഷോപ്പിൽ വരുന്ന ആള് ഷോപ്പിന്റെ നോക്കുന്ന കാര്യങ്ങൾ നിർത്തി ഫുള്ളായിട്ട് ഇതിലേക്ക് അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങി. വാണി സാറാണെങ്കിൽ എറണാകുളത്താണ്. സുധേട്ടൻ നല്ലോണം ആളുകള്. അപ്പൊ ഞങ്ങളൊരു കവചപ്രാവശ്യം ആദ്യമായിട്ടൊരു സുനിൽ എന്ന് പറഞ്ഞ ഒരാൾക്കായിരുന്നു കവചപ്രാവശ്യം. അപ്പൊ ഞങ്ങളോട് പറഞ്ഞ് ഓർഗനൈസേഷൻ 1 ലും 2 ലും നിങ്ങൾ ഓരോരുത്തരെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തിയാൽ മതി, ബാക്കി ആ ടീം വർക്ക് കൂടി അങ്ങ് നടക്കും, അതിനെല്ലാം സപ്പോർട്ട് ഞാൻ ചെയ്തുതരാ പറഞ്ഞു. അപ്പൊ അന്നപ്പോ ഒന്നും എന്റെ ഷോപ്പാണ് വലുത് എന്നുള്ള ലെവലിലാണ് ഞാൻ ഈ ബിസിനസ്സിനെ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. അങ്ങനെ പൊതയാടിന്റെ കൂടെ ഭവാനി സാർ ഇറങ്ങി. ഒരു രണ്ടാളും വണ്ടിയുമേ പോയി. ആദ്യമായിട്ട് സുനിയേട്ടനെ പോയി കണ്ടു. പക്ഷെ എത്രയോ ഒരു 35 പ്രാവശ്യമെങ്കിലും സുനിയേട്ടനെ പൊതയാട്ടൻ പോയി കണ്ടിട്ടുണ്ട്, കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ മൂപ്പര് ആത്ത് ഒളിച്ചിക്കും. എന്നോട് വന്ന് പറയുന്നുണ്ട് ഓന്റെ വണ്ടി അവിടെ ഉണ്ട്, ചെരുപ്പ് അവിടെ ഉണ്ട്, ഓൻ ആത്ത് ഒളിച്ചിരിക്കുകയാണ്, ഞാൻ വരുന്ന ബിസിനസ് പറയാൻ വരുന്നത് കാണുമ്പോ എന്നാണ്. അപ്പൊ നിങ്ങൾക്ക് നാണല്ലേ ഇത്രയും തവണ ഒരാളുടെ വീട്ടിൽ ഇങ്ങനെ പോവുക എന്ന് പറയുന്നത്? അതൊന്നും നടക്കുന്ന കാര്യമില്ല പൊതയാട്ട, ഒക്കെ മോശമാന്ന് പറഞ്ഞ സമയത്ത് എന്നോട് അങ്ങനെ ഞാൻ പോലെ ബിസിനസ്സിൽ ഫോളോ അപ്പ് ചെയ്യണം, കുറേ പ്രാവശ്യം വന്ന പോലെ ബിസിനസ്സിൽ ഇറക്കുന്നവരെ ഞാൻ പോകുന്ന പറഞ്ഞ്. അതും സാറിനെ കൂട്ടിപ്പോയ സമയത്ത് സുനിയേട്ടന് മനസ്സിലായി ഈ പ്ലാൻ ഇങ്ങനെയാണ് എന്നുള്ളത്. അന്നിപ്പം പ്രതിഭട്ട ഇവിടെ വന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് സാറേ, എനിക്കൊന്നും മനസ്സിലായില്ല, ഇത് ഇത്രയേ ഉള്ളൂ ഇനിയോന്ന്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കണേ, നമ്മൾ ഒരാളോട് പ്ലാൻ പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ആ ഒരു പ്ലാൻ അവർക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ നമ്മൾ തൊട്ട അപ്ലൈനെ കൊണ്ടുപോയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവര് ഈസി ആയിട്ട് നടക്കും, ആ ഒരു ഫോളോ അപ്പും ക്ലോസിങ്ങും ഒക്കെ. അങ്ങനെ സുനിയേട്ടൻ ഇറങ്ങി. അപ്പോഴാണ് പ്രളയം വന്നത്, 2018 പ്രളയം വന്നു.
ആള് സ്കൂൾ കുട്ടികളെ വണ്ടിയിലെ ഡ്രൈവറായിരുന്നു. സ്കൂൾ പൂട്ടി എല്ലാ പരിപാടികളും നിന്ന് കവചപ്രാശം നല്ലോണം കൊടുത്തിട്ടുണ്ട്. മൂപ്പരെ മക്കൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന തലവേദനയും ജലദോഷം പനിയൊക്കെ കവചപ്രാശം കഴിച്ചപ്പം മാറിയപ്പം മൂപ്പർക്കൊരു വിശ്വാസക്കുറവ് ഇത് തന്നെയാണോ അതുകൊണ്ട് തന്നെ മറ്റുള്ള കുട്ടികൾ അച്ഛനും അമ്മയ്ക്കും കൊടുത്തപ്പം അവർക്കും നല്ല മാറ്റങ്ങൾ ഉണ്ടായി. ഇപ്പൊ കവചപ്രാശത്തിൽ നല്ല വിശ്വാസമായി മൂപ്പര് പ്രതികരണോട് പറഞ്ഞാൽ ഞാൻ നല്ലോണം റീറ്റെയിൽ ചെയ്ത് വരാം, അല്ലാണ്ട് ബിസിനസ് ആയിട്ട് ടീം ഉണ്ടാക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്ന്. പക്ഷെ പ്രളയം വന്നതോടുകൂടി മൂപ്പരെ ഇത് മാറി. കാരണം മൂപ്പര് പ്രതികരണം വിളിച്ച് പറഞ്ഞ് പ്രതിവേട്ട ഞാൻ കവചപ്രാശം കൊടുത്ത് വീടിന്നൊക്കെ വീണ്ടും വീണ്ടും ആളുകൾ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, എനിക്കൊരു 100 കവചപ്രാശം വേണം എന്ന് പറഞ്ഞു. അപ്പൊ പ്രതികരണം ഭയങ്കര സന്തോഷമായി. ആ 100 അന്നപ്പാണെങ്കിൽ നമ്മുടെ സ്റ്റോക്കും ഇല്ല. റീജിയണൽ മാനേജർ സുബേഷ് സാറ് വിളിച്ചിട്ട് സുനിയാടിന് വേണ്ടി മാത്രം 100 കവചപ്രാശമൊക്കെ വരുത്തിച്ചിട്ടുണ്ട്. അപ്പൊ 1,00,000ത്തിന്റെ സ്റ്റോക്ക് സുനിയാടിന് എടുത്തു. അതേപോലെ തന്നെ മറുഭാഗത്ത് നമ്മളെ ഒരു ശിവശങ്കർ എന്ന് പറഞ്ഞ എന്റെ ഹസ്ബൻഡിനെ ഒരു കുടുംബാണ്, ഒരു ബന്ധുവിനെയും സുഹൃത്തിനെയാണല്ലോ പരിചയപ്പെടുത്താൻ പറഞ്ഞത്. 1ൽ സുനിയാടിനെ ഐഡി അടിച്ച് 2ല് ശിവശങ്കരേട്ടെ ഓലെ വൈഫിന് ക്യാൻസർ ആയിരുന്നു. കഴകളിലും ബ്രസ്റ്റിലും ഒക്കെ ക്യാൻസർ വന്ന സമയത്ത് നമ്മളെ 95 6 മാസം കണ്ടിന്യൂസ് കൊടുത്ത സമയത്ത് അവർക്ക് ആ ഒരു അസുഖത്തിൽ നിന്ന് നല്ല മാറ്റം ഉണ്ടായി. ഇന്നിപ്പോ അവരെ കണ്ട പൂർണ്ണ ആരോഗ്യവതിയായിട്ട് ഇരിക്കുന്നുണ്ട്. അത്ര റിസൾട്ട് കിട്ടിയപ്പം ആ പ്രൊഡക്റ്റിലുള്ള വിശ്വാസം കൊണ്ട് തന്നെ ശിവേട്ടനും ഓർഗനൈസേഷൻ 2ലേക്ക് ഐഡി അടിച്ച് ഞങ്ങൾ അവരെയും കൊണ്ടുവന്നു. അങ്ങനെ 2 പേരെ വന്ന സമയത്താണ് ബിസിനസ് ചെറിയ തോതിൽ നടക്കാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നത് ആ ഒരു ടീം വർക്ക് നടക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ അക്കൗണ്ടിലേക്ക് 500ഉം 1000ഉം ചെറിയ ചെറിയ ഇൻകങ്ങൾ ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് സ്വപ്നങ്ങളായിട്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളെ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരാം. ലേഡീസ് കൂടുതലുള്ളത് തന്നെ നമ്മൾ ഒരുപടി പ്രതീക്ഷകളായിട്ട് ഏം, 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 വന്നതാ. പക്ഷെ നമ്മൾക്ക് നമ്മളെ സ്വപ്നങ്ങളൊക്കെ ഒരു മുറിയിലിട്ട് പൂട്ടി, ഒരു സൈക്കിൾ പോലും ഇല്ലാത്ത സാഹചര്യത്തിലാണെന്ന് മനസ്സിലായപ്പോൾ എൻ്റെ എല്ലാ സ്വപ്നങ്ങളും ഒരു മുറിയിലിട്ട് പൂട്ടി. പക്ഷെ ഭവാനി സാറാണ് എൻ്റെ സ്വപ്നങ്ങൾ പുറത്തേക്ക് എടുത്തത്. എന്നോട് പറഞ്ഞ് ശ്രീചേച്ചി പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഒരു മുറിയിലിട്ട് പൂട്ടിയിട്ട് ശ്രീചേച്ചിന്റെ സ്വപ്നങ്ങൾ ഇങ്ങോട്ട് പുറത്തെടുക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ സ്വപ്നങ്ങൾ പുറത്തെടുക്കണമെങ്കിൽ എനിക്ക് ഒരുപാട് ക്യാഷ് വേണം. ചെറിയ ചെറിയ സ്വപ്നങ്ങളൊന്നുമല്ല, വലിയ സ്വപ്നങ്ങളായിരുന്നു. അവരുടെ വലിയ സ്വപ്നങ്ങളൊക്കെ നേടാൻ പറ്റിയ അവസരത്തിലാണ് പ്രതിഭയായിട്ട് എത്തിപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് ചെയ്യണം എന്ന് പറഞ്ഞ് അങ്ങനെ ആദ്യത്തെ ഒരു സ്വപ്നമായിരുന്നു ഒരു വണ്ടി വാങ്ങുക എന്നുള്ളത്. ആ വണ്ടി വാങ്ങിച്ചു. ചെറിയ ഇൻകം, കാരണം 1000 1500 ഒക്കെ വരാതെ കിടക്കുമ്പോൾ ഒരു 2650 രൂപയുടെ EMI ഞങ്ങൾ പോയി അന്വേഷിച്ചപ്പം ഒരു വണ്ടി എടുത്താൽ ഒരു 2650 3000ന്റെ ചോടെ EMI അടിക്കണം. അതെനിക്ക് എന്തായാലും ഒരു മാസത്തിൽ ഒരു 4000 രൂപ ഈ ബിസിനസ് കൂടി കിട്ടുന്നുണ്ട്, അത് ഇതിൽ കൂടി തന്നെ ഞാൻ അടയ്ക്കും എന്നുള്ളൊരു തീരുമാനം എടുക്കാൻ പറഞ്ഞു ഭവാനി സാർ പ്രതികരണോട്. അങ്ങനെ ഞങ്ങൾ വണ്ടി വാങ്ങിച്ചു. ആ വണ്ടി പഠിച്ചിട്ടൊന്നുമില്ല, സാറ് പറഞ്ഞു എടുക്കണം, അപ്പൊ എടുക്കുകയും ചെയ്ത്. പ്രതികരണം പഠിപ്പിച്ചെടുത്തത് സാറാ. കയറി ഇരുന്നിട്ട് സാറേ ഈ സംഭവം പിടിച്ച് കണ്ട് മുരണ്ടിയാല് വണ്ടി അങ്ങ് പോകും, ഇവിടെ പിടിച്ച് ഞെക്കിയാൽ അവിടെ നിൽക്കും, ഇത്രയേ ഉള്ളൂ ഇതിന്റെ സിസ്റ്റം, അതുകൊണ്ട് തന്നെ അങ്ങനെ അങ്ങ് പോയാൽ മതി എന്നാണ്. അങ്ങനെ പഠിച്ച് ഒരാഴ്ച കൊണ്ട് തന്നെ സാർ എറണാകുളത്ത് പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് ഹസ്ബൻഡ് ആക്സിഡന്റ് പറ്റി 8 മാസം ആൾക്ക് കിടക്കേണ്ടി വന്നു. സത്യം പറഞ്ഞാൽ ആ സമയത്താണ് ഇതിന്റെ മാറ്റങ്ങൾ സംഭവിച്ചത്. കാരണം വെച്ചാൽ ആള് വീണ് എല്ല് പൊട്ടി 8 മാസം കിടക്കണ്ടപ്പോ സാറിന്റെ ഓടി വന്നിട്ട് ആവോ എന്റെ സാറെ പറ്റിച്ചല്ലോ എന്ന്. കാരണം ആദ്യമായിട്ട് ഒരാളെ കിട്ടിയതാ സാറിന്. ആള് വീണ് പോയിട്ടുണ്ടെങ്കിൽ ഞാനാണ് ഇറങ്ങൂല എന്നുള്ള ഭവന സാർക്ക് 100% ഉറപ്പാ. ഓടി വന്ന് പറഞ്ഞ് ശ്രീചേച്ചി പ്രതിഭായിട്ടുള്ള ഒരു ടീം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, ആ ടീമിനെ ഇനി നോക്കിയിട്ടില്ലെങ്കിൽ ആ ടീം പോയി പോകും. കാരണം ചേളന്നൂർ നല്ലൊരു ടീമുണ്ട് ആണുങ്ങളെ, അതേപോലെ തന്നെ കൊടുവള്ളി ഫുള്ള് ലേഡീസ് ആണ്, ശ്രീചേച്ചി പോരണം എന്നാണ്. പക്ഷെ അന്നപ്പൊക്കെ ഞാൻ മടിച്ചു നിന്നു. പക്ഷെ എന്നിൽ വന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ പോസിറ്റീവ് ആവും. കാരണം ഹസ്ബൻഡിനെ ഞാൻ ശുശ്രൂഷിച്ച് കിടക്കുന്ന സമയത്തും എന്റെ അക്കൗണ്ടിലേക്ക് 500 മുതൽ 15,000 വരെ ഈ 8 മാസത്ത് ഒരാഴ്ച പോലും മുടങ്ങാതെ എന്റെ അക്കൗണ്ടിലേക്ക് വന്ന സമയത്താണ് സത്യം പറഞ്ഞാൽ ഞാൻ കണ്ണു തുറന്നത്. കാരണം ഞങ്ങളെ ഷോപ്പിൽ നിന്ന് ഒരു പൈസ പോലും കിട്ടിയില്ല. ഈ ഷോപ്പ് ആക്സിഡന്റ് പറ്റി ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഇതിൽ നിന്ന് കിട്ടിയ വരുമാനം എടുത്തിട്ടാണ് ഞങ്ങളെ ഷോപ്പിലെ വാടക അടച്ചതും വാടക കൊടുത്തതും കറണ്ട് ബില്ല് അടച്ചതും ഒക്കെ. അപ്പം സാർ പറഞ്ഞു ഇനി ഈ ഷോപ്പ് വെച്ചിരുന്നാൽ നിങ്ങൾ പണി കിട്ടും, നിങ്ങൾ ആ ഷോപ്പ് വേഗം പൂട്ടണം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഷോപ്പും പൂട്ടിച്ചു. അപ്പോഴേക്കും പിന്നെ കൊറോണയും വന്ന്. ശരിക്കും പറഞ്ഞാല് ദൈവദൂതനായിട്ടാണ് ഞാൻ ഭവാനി സാറിനെ കാണുന്നത്. കാരണം ഓരോരോ വരുന്ന സമയത്തുള്ള മാറ്റങ്ങളും കാണിച്ചു തന്ന് ആ സംഭവങ്ങളൊക്കെ പൂട്ടിച്ച സമയത്ത് ഞങ്ങൾ ഫുൾ ടൈം ആയിട്ട് ഇറങ്ങി. ഞങ്ങൾ TC റാങ്കിലാണ് ആക്സിഡന്റ് പറ്റി കിടക്കുന്നതെങ്കിൽ പിന്നെ ഞങ്ങൾ നളന്ദ സ്റ്റേജിൽ കയറുന്ന ആക്സിഡന്റ് പറ്റി ഇറങ്ങിയ ആള് പിന്നെ സ്റ്റേജിൽ കയറുന്ന DTC റാങ്കിലാണ്. അത്ര ഫാസ്റ്റ് ആയിട്ട് ഞങ്ങളെ ഒരു പെർഫോമൻസും ഇല്ലാതെ അല്ലെങ്കിൽ ഞങ്ങളെ ഒരു പ്രസൻസും ഇല്ലാതെ ടീം ഞങ്ങളെ കൊണ്ടുപോയി എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് തോന്നി ഇതിൽ കൂടി എന്തൊക്കെയോ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കിട്ടാണ്ട്, വലുതൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല വെറുതെ ഇരുന്ന് വരുമാനം കിട്ടുന്ന ഒരു മേഖലയാണെന്ന് മനസ്സിലായപ്പം ഞാൻ ഇറങ്ങാൻ തുടങ്ങി. പക്ഷെ അത് ഇറങ്ങുമ്പോൾ എനിക്ക് ചെറിയ ചെറിയ വിഷമങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ധോനി സാർ പറഞ്ഞു ശ്രീചേച്ചി ഇറങ്ങാൻ പോവുകയാണ്, ബിസിനസ്സിലേക്ക് ഫുൾ ടൈം ആയിട്ട് ഇറങ്ങുകയാണെങ്കിൽ നമുക്കൊരു സ്റ്റോക്ക് എടുക്കണം.
സ്റ്റോക്ക് ഇല്ലെങ്കിൽ നമ്മൾ ഈ ബിസിനസ്സിനെ സീരിയസ് ആയിട്ട് കാണൂല. ഇതുവരെ സുതാരായിട്ട് കൊണ്ടുതന്ന സാധനമായിട്ടും അതേപോലെ തന്നെ ടീമിന്റെ വർക്കിലാണ് നിങ്ങൾ പോകുന്നത്. പക്ഷെ നിങ്ങളെ കയ്യിൽ ഒരു സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റീറ്റെയിൽ ചെയ്യാനും അതേപോലെ തന്നെ പുതിയ ആളുകളെയൊക്കെ കിട്ടുമ്പോൾ ആ ടീം ഡെവലപ്പ് ചെയ്യാനൊക്കെ നിങ്ങൾ 5 ലക്ഷം മുടക്കിയിട്ട് തുണിഷോപ്പ് നടത്തിയിട്ട് നിങ്ങൾക്ക് ഇത്രയും കട വന്നത്, ഇതിൽ നിങ്ങൾ ഒരു 55,000 രൂപ മുടക്കുകയാണെങ്കിൽ അത് മാത്രം മതി നിങ്ങൾക്ക്. വേറെ ഒരു പൈസയും നിങ്ങൾ മുടക്കരുത്. അത് മുടക്കുകയാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് പോവാത്ത സാധനങ്ങളൊക്കെ എന്താണോ നിങ്ങൾക്ക് പോവാത്തുള്ളത് അത് ഇങ്ങോട്ട് മാറ്റി തരും. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഒരു രൂപേന്റെ പ്രൊഡക്റ്റ് പോലും നിങ്ങൾക്ക് എടുത്തു മാറ്റേണ്ടി വരില്ല എന്നാണ്. അപ്പൊ എനിക്ക് തോന്നി കുഴപ്പമില്ലല്ലേ. അപ്പൊ ഞാൻ കുടുംബശ്രീന്ന് ഒരു ലോൺ എടുത്തിട്ട് പ്രതികരണം കൊടുത്ത് ആ 55,000 തുടങ്ങിയ ബിസിനസ്സാണ് ഇന്ന് 6.25 കോടിയുടെ ബിസിനസ് ഞങ്ങള് ഈ ഒരു കമ്പനിക്ക് കൊടുക്കാൻ പറ്റുന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. കോടിയിൽ എത്ര പൂജ്യം ഉണ്ടെന്ന് ചോദിച്ചാൽ അറിയാത്ത ഞാനാണ് ഇന്ന് 6.25 കോടിന്റെ ബിസിനസ് ഞങ്ങൾ ഫാമിലി ആയിട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മളെ കൊണ്ടുവന്ന ആള് എന്നെ ബിസിനസ്സിൽ പരിചയപ്പെടുത്തിയ ആള് ഇന്ന് ഈ ബിസിനസ് സ്റ്റാർ റാങ്കിലാണല്ലേ. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്നെ കൊണ്ടുവന്ന ആള് വരട്ടെ, എന്റെ ലീഡർ വരട്ടെ, എന്നെ പരിചയപ്പെടുത്തിയ ആള് വരട്ടെ. ഒരിക്കലും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം സുധാരേട്ടന് ഏകദേശം 6.25 കോടി BV-യുടെ ബിസിനസ് ഒരു വൺ സൈഡ് ഉണ്ട്. ആൾക്ക് മറുഭാഗത്തേക്ക് വെറും 75,000 ബിസിനസ് റൂബി പോലും ആയിട്ടില്ല. ഞാൻ ഇന്ന് ഈ ഒരു ബിസിനസ് കൂടി ഞങ്ങൾ ഇന്ന് 25 ലക്ഷത്തിന്റെ അടുത്ത് വരുമാനമായി കഴിഞ്ഞു. പിന്നെ തന്നെ ഐഡിയ അടിച്ച ആള് വെറും 6,000 രൂപ വാങ്ങി. അതുകൊണ്ട് തന്നെ ആരാദ്യം വന്നു അല്ലെ ലീഡറെക്കാട്ടിലും നമുക്ക് മുന്നേ പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ഒന്നുമില്ല. ഇതില് നമ്മളെ താഴേക്ക് നോക്കി പോവുകയാണെങ്കിൽ നമുക്ക് മുകളിലേക്ക് വേഗം കയറി പോകാൻ പറ്റും. പക്ഷെ മുകളിലേക്ക് നോക്കിയിരിക്കുകയാണ് എന്റെ ലീഡർ വരട്ടെ, എന്റെ ലീഡർ കൊണ്ടുവരട്ടെ, അയാൾ വരട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ താഴോട്ടേക്കേ പോകുള്ളൂ. അത് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഞാൻ ഇന്ന് വരെ ചിന്തിച്ചില്ല. ഞാൻ എന്റെ ലെഫ്റ്റും റൈറ്റും ബിസിനസ് വന്നിട്ടാണല്ലോ ഭവനി സാർക്ക് ഇത്ര വരുമാനം വരുന്നത്. പക്ഷെ ഞാനത് കൂട്ടാൻ നോക്കുക. എന്റെ ഇൻകം വർദ്ധിച്ചാൽ എന്റെ ലീഡർക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ താഴേക്ക് വരുന്ന അസോസിയേറ്റ്സിന് വരുമാനം വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരുപാട് നേട്ടങ്ങൾ ഈ ഒരു ബിസിനസ്സിൽ ഉണ്ടാക്കാൻ പറ്റും. അതിന് കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞത്. എന്റെ മാറ്റങ്ങൾ എനിക്ക് പാസീവ് ഇൻകം വന്നവരാണ് ഞാൻ ബിസിനസ്സിലേക്ക് കടന്നു വന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കി. നമ്മൾ സ്റ്റോക്ക് എടുത്താൽ 3 കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. 3 Rകൾ. റീറ്റെയിൽ ചെയ്യാം. നല്ലോണം റീറ്റെയിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ റീറ്റെയിൽ ചെയ്യുക. അത് റീറ്റെയിൽ ചെയ്ത് കിട്ടുന്ന പൈസ 55,000-നാണ് നിങ്ങളെ സ്റ്റോക്ക് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ പക്ക കച്ചവടമാണിത്. നമ്മളൊരു ഷോപ്പിൽ ഒരു ചായപ്പൊടി ആയാലും പഞ്ചസാര ആയാലും തീർന്നു പോയാലും നമുക്ക് വേഗം നിറച്ചു വെക്കൂലേ. അടുത്ത ഷോപ്പ് പോയിക്കോളാം നമ്മൾ ആരോടും പറയില്ല. നമ്മളെ കയ്യിൽ നമുക്ക് വേണ്ടത് എന്താണോ ഓർഡർ ഉള്ളത് വെച്ചാൽ അതിനനുസരിച്ച് അത് അടുത്ത ആഴ്ച ആകുമ്പോഴേക്ക് അത് 55,000 ആ ഷോക്കേഴ്സിൽ ഉണ്ടായിരിക്കണം. നിങ്ങൾ 25-നാണോ ഈ ആഴ്ച വിറ്റത് വെച്ചാല് ബാക്കി നിങ്ങൾക്ക് 30 രൂപയെ സ്റ്റോക്ക് ഉണ്ടാവുള്ളൂ. അത് 55 ആക്കാൻ ആ 25 ഈ ആഴ്ച നിങ്ങൾ നിർബന്ധമായിട്ടും റീപർച്ചേസ് ചെയ്തേ മതിയാവും. അതിൽ നിങ്ങൾക്ക് വരുമാനം നിങ്ങളെ റാങ്ക് ചേഞ്ച് ആവാനുള്ള അവസരം അവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ റീപർച്ചേസ് നിർബന്ധമായിട്ടും ചെയ്യാം. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് 3-ാമത്തെ ആറാണ് റിക്രൂട്ട്മെന്റ്. നമുക്കറിയാം ഇതിൽ ടീം വർക്കാണ് പ്രധാനപ്പെട്ടത്. ആ റീറ്റെയിൽ നമ്മൾ നടക്കുമ്പോൾ മാത്രമേ സംഭവിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ടീം ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, ഒരു ബ്രോൺസ്, സിൽവർ, സ്റ്റാർ, റൂബി, കോർഡിനേറ്റർ, TC, ഈ 6 റാങ്കുകൾ നമുക്കറിയാം. ഇതിലെല്ലാം ഈ 6 റാങ്കും അച്ചീവ് ചെയ്ത ആളുകളും ഉണ്ടാവും. ആ സമയത്ത് ഈ 6 റാങ്കിലും നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലേൺ ദ ബിസിനസ് പഠിക്കുക. പഠിച്ചില്ലെങ്കിൽ ഒന്നും നടക്കൂല. കാരണം വെച്ചാൽ നമുക്ക് ഒരാൾക്ക് നാളുകൾ നമ്മളൊരു ടീമിനെ കൂട്ടി ഇരുത്തുന്ന സമയത്ത് നമുക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമ്മളിത് പഠിച്ചേ മതിയാവും. കാരണം എനിക്കൊന്നും ഒരാളോടും ഡയറക്ട് സെല്ലിങ്ങിനെ പറ്റി ഒരു നിമിഷത്തെ എക്സ്പീരിയൻസ് പോലോ അല്ലെങ്കിൽ അറിവോ എനിക്കില്ല. ഞാൻ ആദ്യമായിട്ട് കേട്ടത് MI ലൈഫ് സ്റ്റൈലിന്റെ പ്ലാനാണ്. ആദ്യമായിട്ട് ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്നത് MI ലൈഫ് സ്റ്റൈലാണ്. അതുകൊണ്ട് തന്നെ ഇത് എന്താണെന്നുള്ളത് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുക. എല്ലാ ട്രെയിനിങ്ങും അറ്റൻഡ് ചെയ്യുക. ലീഡർ വരുന്നുണ്ടോ നിങ്ങൾ നോക്കി നിൽക്കാനേ പാടില്ല. കാരണം ഭവാനി സാർ എന്നെ തുടക്ക സമയത്ത് എന്നെ വിട്ട് ശ്രീജിച്ച് പഠിക്കണം, സംസാരിക്കാൻ അറിയണമെങ്കിൽ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞ്. അപ്പോൾ അന്നപ്പോ എനിക്ക് ബുദ്ധിമുട്ട് അവിടെ വന്ന എന്താ അറിയോ, ഒരു GTS-ന് പോകണമെങ്കിൽ 30 രൂപ കൊടുക്കണം, ഒരു 1 ഡേ ട്രെയിനിങ്ങിന് പോകണമെങ്കിൽ 300 കൊടുക്കണം, 2 ഡേ RTPക്ക് പോകണമെങ്കിൽ 2,500 കൊടുക്കണം. അത് രണ്ടുപേരും പോകും. 5,000 വേണം, 600 വേണം. ഒരാൾക്കുള്ളതല്ല, രണ്ടാൾ, ഞാനും ഹസ്ബൻഡും പോകണം. പക്ഷെ അന്നപ്പോ ഒന്നും പൈസ ഇല്ല. അടക്കയും തേങ്ങയും ഒക്കെ വിറ്റിട്ട് വരെ ഞാൻ ട്രെയിനിങ്ങിന് പോയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഞാൻ ഈ ഒരു ബിസിനസ്സിന് ഞാൻ ഫുൾ ടൈം ആയിട്ട് ഇതിൽ കൂടി നേട്ടങ്ങൾ നേടാൻ പറ്റുമെന്ന് മനസ്സിലായപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി ഞാൻ മൈ ലൈഫിന് കൊടുത്തു എന്നുള്ളതാണ്. പിന്നെ കുടുംബത്തിൽ ഒരു കല്യാണം ഉണ്ടെങ്കിലും പാലുകൂടി ഉണ്ടെങ്കിലും മൈ ലൈഫിലെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് വൈകുന്നേരം മാത്രമേ പോകുള്ളൂ. അത് എത്ര ആളുകൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും എന്നറിയില്ല. പക്ഷെ എനിക്ക് അറിയാം, ഒരു 5-6 വർഷം ഞാൻ ഈ ഒരു മൈ ലൈഫിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്താൽ നാളുകളിൽ എന്റെ കുടുംബത്തിലുണ്ടാകുന്ന എല്ലാ കല്യാണത്തിനും പാലുകുടിക്കും ചോറൂണും
ഞാൻ പോയില്ലെങ്കിലും എന്റെ അക്കൗണ്ടിലേക്ക് വരുമാനം വരും എന്നുള്ള എനിക്കറിയാം. അതിന് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ ഗൾഫിലാണെന്നങ്ങ് ചിന്തിച്ചാൽ കുടുംബത്തിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ രണ്ടാമത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഈ ഒരു ബിസിനസ് കൂടി ഉണ്ടാക്കാൻ പറ്റും. ആദ്യം ഈ ഒരു ലേൺ ദ ബിസിനസ് എന്നുള്ളത് പഠിക്കുക. ബിസിനസ് പഠിക്കാൻ മാത്രം മാറ്റി വെക്കുക. അടുത്തൊരു റാങ്കാണ് ATC, DTC, ZTC, STC. ബിൽഡ് എ ടീമാ. ഈ 4 റാങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു ടീമിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു STC വരെ നമ്മൾ ടീമിനെ ബിൽഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. കാരണം ആ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് നല്ലൊരു ടീം ഡെവലപ്പായി വരുള്ളൂ. പക്ഷെ ഈ ഒരു STC റാങ്കിലാണ് എനിക്കുണ്ടായ ഒരു വിഷമം കൂടി ഞാൻ പറഞ്ഞുതരാം. ഞാൻ STC എത്തിയ സമയത്താണ് എനിക്ക് എന്റെ കൂടെ വന്ന എന്റെ ഇൻകം സൈഡിൽ നിന്ന് 2 ZTCകളും ഒരു ATCയും ഒരു TCയും പോയി. കാരണം നമ്മൾ ഇന്ന് വിചാരിക്കണ്ടോ എന്റെ കൂടെ വന്നവരൊക്കെ എന്റെ കൂടെ ബിസിനസ് ചെയ്യുന്നില്ല. ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരിക്കലും ഒരാളെയും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. ഞാൻ തുടക്ക സമയത്തെ കേട്ട് വരുന്ന ഒരു കാര്യമാണ് ഭവാനി സാറിന്റെ ഒരു വാക്ക് എന്നോട് പറയും. ഞാൻ ITC ആകുമ്പോൾ എന്റെ കൂടെ നിങ്ങൾ ഉണ്ടാവും എന്ന് എനിക്കൊരു വിശ്വാസമില്ല. ഇന്നലെ വരെ അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ITC ആകുമ്പോൾ എന്റെ കൂടെ ശ്രീജേശി ഉണ്ടാവും എന്ന് എനിക്ക് ഒരു വിശ്വാസമില്ല. നിങ്ങൾ എപ്പോഴാണ് നിർത്തി പോവാന്ന് എനിക്ക് അറിയില്ല. ഞാൻ പറയും ഇയാൾ എന്തൊരു മനുഷ്യനാ. കാരണം ഇത്രയും കൂടെ ഞാൻ കട്ടയ്ക്ക് ഞാൻ ഓരോ റാങ്ക് അച്ചീവ് ചെയ്യുമ്പോൾ ഞാൻ STCയിലും RTCയിലും ഒക്കെ ഒരേ സ്റ്റേജിൽ സാറിന്റെ കൂടെ കയറിയുന്നുണ്ട്. കാരണം വെച്ചാല് പാഞ്ഞ് കൂടെ തന്നെ കട്ടയ്ക്ക് പോകണ്ടേ. ഇന്നും തൊട്ട റാങ്കിൽ തന്നെ അടുത്ത് തന്നെ ഞാൻ കൂടെ ഉണ്ട്. എന്നിട്ടും ഇയാൾ ഇങ്ങനെ പറയാനുള്ളത് കണ്ണി ചോരല്ലേ എന്നൊക്കെ ചോദിച്ചേ. അപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി. നാളുകളിൽ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾ ചിലപ്പോൾ നാളെ നിർത്തിപ്പോയേക്കാം. പക്ഷെ അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ പറയാ, ഈ 4 ആള് എന്റെ ടീമിൽ നിന്ന് പോയ സമയത്തും ശ്രീജയ്ക്ക് ഒരു കുലുക്കവും സംഭവിക്കാൻ എന്തുകൊണ്ടാ അറിയോ? അവരാണ് പോയതെങ്കിൽ അവരെ കൂടെ വന്ന് അവരെ അസോസിയേറ്റ് ആയി അവരെ പരിചയപ്പെടുത്തിയ ആളുകളെ ഒരു നമ്പറും ആ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റും ഒക്കെ നമ്മളെ കയ്യിൽ ഉണ്ടാവണം. ബോട്ടം ലെവലിലുള്ള ആളുകൾ വരെ നമ്മളെ കോണ്ടാക്റ്റിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. പക്ഷെ അവരായിട്ടൊരു ബന്ധം സ്ഥാപിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ അവരെ കൂടെ ആ ടീമും അങ്ങ് കൊഴിഞ്ഞു പോവുകയായിരുന്നു. പക്ഷെ അവരൊക്കെ ഒരു പിടുത്തം എന്റെ കയ്യിലുള്ളതുകൊണ്ട് തന്നെ അവര് പോയ സമയത്തും മറ്റവരായിട്ട് നല്ല ബന്ധം നമ്മളെ കയ്യിലുണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു ടീം അവിടെ നിലനിർത്തി പോവാൻ എനിക്ക് പറ്റി എന്നുള്ളതാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഈ ഒരു STC റാങ്ക് വരെ ബിൽഡ് എ ടീമാണ്. അടുത്തൊരു റാങ്കാണ് RTC, NTC. ആ 2 സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് മെയിൻറ്റെയിൻ ദ ടീമാണ്. നിലനിർത്തുക എന്നുള്ളതാണ്. കൊഴിഞ്ഞു പോവും അതൊക്കെ പോവട്ടെ, പക്ഷെ ഉള്ളതിനെ കൂട്ടിപ്പിടിച്ച് ആ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. 2 ഭാഗവും വല്ലി സാർ പറയുന്നത് നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. ഇളയ കുട്ടിയെ ഒക്കത്തെടുക്കുമ്പോൾ മൂത്ത കുട്ടിയെ കൈ പിടിക്കാൻ മറക്കരുത്. കാരണം നമ്മൾ പവറാ വിചാരിച്ചിട്ട് ആ ഭാഗത്തേക്ക് പോവാതിരിക്കും. എനിക്കിപ്പോ നല്ല പവർ 75 ലക്ഷത്തിന്റെ പവർ എനിക്ക് വൺ സൈഡിലുണ്ട്. പക്ഷെ ഈ ഭാഗത്ത് 2.25 കോടിന്റെ ബിസിനസ് ആയിട്ടേ ഉള്ളൂ. പക്ഷെ ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞങ്ങാണ്ട് നിൽക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഇൻകം സൈഡിൽ നല്ല 2-3 ആണുങ്ങളോ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള 2-3 യൂത്തുകൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഈ ഭാഗം വീക്ക് ആവാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം അതുമല്ല ഒരു ലോയൽറ്റി അടിക്കണമെങ്കിൽ ഒരു പെർഫോമൻസ് അടിക്കണമെങ്കിൽ എനിക്ക് അധിക സമയത്തും പവർ സൈഡിലാണ് അവിടെ അടിക്കാതെ പോകുന്നത്. അതുകൊണ്ട് തന്നെ 2 ഭാഗവും കൂട്ടിപ്പിടിച്ച് നമ്മൾ കൊണ്ടുപോകാം. ഒരു DTC എബോ ലീഡേഴ്സ് അല്ലെ ഒരു TC എബോ ലീഡേഴ്സിനോ അല്ലെ ഒരു ZTC എബോ ലീഡേഴ്സിനൊക്കെ വിളിച്ച് നമ്മളെ വീട്ടിലിരുത്തിയിട്ട് നമ്മളെ എല്ലാ ക്ലോസിങ് കഴിഞ്ഞാലും വെള്ളിയാഴ്ച അവരെ കൂട്ടി നമുക്ക് ടാർഗറ്റ് ഒക്കെ തരും. അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. എല്ലാ ശനിയാഴ്ചയും പ്ലാനിങ് ഡേ ഉച്ച വരെ നിങ്ങൾ ID ചെക്ക് ചെയ്തിട്ട് അവർക്ക് അടുത്ത റാങ്കിലേക്കുള്ളതും അവർക്ക് അടുത്ത എന്താ ഫസ്റ്റ് ഇൻകം അച്ചീവർ ആവാനോ ഓരോരോ കാര്യങ്ങളും നമുക്ക് ചെയ്യാണ്ട്. ഒരു പണിയില്ല എന്ന് പറഞ്ഞിരിക്കരുത്. ശനിയാഴ്ച ഉച്ച വരെ നിങ്ങൾ അവർക്ക് വേണ്ട നമ്മൾ അസോസിയേറ്റ്സിന്റെ ID ചെക്ക് ചെയ്തിട്ട് അവർക്ക് എന്ത് കാര്യങ്ങളാണെന്നുള്ളത് ചെയ്തു കൊടുക്കണ്ടേ അത് ചെയ്താൽ മാത്രം മതി. അപ്പൊ അങ്ങനെ 2 ഭാഗവും കൂട്ടി പിടിച്ചിട്ട് ടീമിനെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഈ 2 റാങ്കിൽ RTC, NTCയിലും ഞാനൊക്കെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മെയിൻറ്റെയിൻ ചെയ്യാം. 2 ഭാഗവും കൂട്ടി പിടിച്ച് അവരെങ്ങനെയെങ്കിലും ഒരേ നല്ലൊരു മനോഭാവത്തോടു കൂടി എല്ലാവരോടും ചിരിച്ചുകൊണ്ട് സാർ പറയാറില്ലേ, ഫലം കായ്ക്കുന്ന വൃക്ഷം എപ്പോഴും തല കുനിക്കാറാണ് പതിവ് എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ അഹങ്കാരം കാണിച്ചിട്ടോ. അനീഷ് സാർ പറഞ്ഞ വാക്കുകൾ എത്രയോ തവണ ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മളെ രക്ഷപ്പെടുത്താൻ ദൈവം കൊണ്ടുതരുന്ന ആളാണ് നമ്മൾ അസോസിയേറ്റ് ആയി വരുന്ന ലീഡേഴ്സ് എന്നുള്ളത്. അത് സത്യമാണ്. കാര്യം പറഞ്ഞാല് അപ്പൊ അവരോട് നമ്മൾ ഭരിക്കാൻ പോവാനും അവരെ എന്താ പറയാ പഠിപ്പിക്കാൻ ഒന്നും പാടില്ല. അവരെ ലെവലിൽ ചെയ്ത് പോയിക്കോട്ടെ. അവർക്ക് അല്ലാണ്ട് അവരെ പ്രഷർ ചെയ്തിട്ട് അത് ഇത് ചെയ്തെന്ന് പറഞ്ഞു കണ്ട് ചെയ്യാൻ പാടില്ല. പക്ഷെ അനുസരിക്കുന്നവരാണെങ്കിൽ നമുക്ക് ചെയ്യാൻ കേട്ടോ. ഭവനി സാറിനോടൊക്കെ എനിക്ക് എത്രയോ തവണ ചീത്ത ഇട്ടിട്ടുണ്ട്. കാരണം എനിക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവുന്നില്ല. ഒരു പൊട്ടത്തി തന്നെയാണ്, പൊട്ടത്തി എന്ന് തന്നെ പറയാം. പക്ഷെ കുറേ തവണ ചിലർക്ക് 10 തവണ കേൾക്കേണ്ടി വരും ഒരു കാര്യം മനസ്സിലാണെങ്കിൽ. ചിലർക്ക് ഒരു ഒറ്റ പ്രാവശ്യം കേട്ടാൽ മതിയോ. പക്ഷെ കേട്ട് കേട്ട് സാറിന്റെ ഒരു ക്ഷമ
അല്ലെ? 9 ആളെ ക്ഷമയും ഒരാളെ ബുദ്ധിയും മതി എന്നാ പറയാ. കാരണം ആ ഒരു ക്ഷമയാണ് നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ വരേണ്ടത്. ദേഷ്യം പിടിച്ചോ അസോസിയേറ്റിനെ ചീത്ത പറഞ്ഞോ ഒക്കെ പോവുകയാണെന്ന് വെച്ചാൽ ആ ടീം അങ്ങ് ഇല്ലാതായി പോകും. അതുകൊണ്ട് തന്നെ അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, നമ്മൾ കമാന്ന് ഒരക്ഷരം മിണ്ടരുത്. അതൊക്കെ നാളുകളിൽ അവർക്കും ഒരു ടീമായി വരുന്നു, അവർ ടീം കൂടി കിട്ടും. അപ്പൊ വരമ്പത്താ കൂലി എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളൊന്നും മിണ്ടാതിരുന്നാൽ മതി. അതൊക്കെ ദൈവം കൊടുത്തോളും എന്നുള്ള ഇതിൽ നമ്മള് അനീസാർ പറയില്ലേ, നമ്മൾ അങ്ങനെയാണ് അവരെ ശപിക്കേണ്ടതെന്ന് പറയും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ടീമിനെ നമ്മൾ നല്ല ലെവലിൽ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പൊ എന്റെ ലീഡർക്ക് ഞാൻ ചെയ്തിട്ടല്ലേ എന്റെ ലീഡർക്ക് എന്താ കിട്ടുന്നത് എന്നുള്ള ചിന്താഗതിയുള്ള ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് അത് അവര് മുന്നോട്ട് പോകില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ലീഡറുടെ കൂടെ കട്ടയ്ക്ക് നിന്ന് ലീഡറുടെ കൂടെ ലീഡർ പറയുന്ന അനുസരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ നേടാൻ പറ്റും. ഇനിയിപ്പോ ഭവാനി സാർ എന്നോട് പറയും, ശ്രീജേച്ചി ആ പൊട്ടക്കിണറിലേക്ക് ചാടിക്കോളി എന്ന് പറഞ്ഞാൽ ഞാൻ ചാടും. ചാടിയിട്ട് മാത്രമേ ചോദിക്കുള്ളൂ, സാറേ നിങ്ങൾ എന്തിനാ ചാടാൻ പറഞ്ഞത്. പക്ഷെ അവിടെ എന്തോന്ന് കണ്ടു വെച്ചിട്ടാണ് സാർ അത് അങ്ങനെ പറഞ്ഞതെന്നുള്ളത് നമുക്ക് ചിന്തിക്കാനുള്ള ഒരു ബോധം വേണം. അതുകൊണ്ട് തന്നെ ലീഡർ പറയുന്ന അനുസരിച്ച് മുന്നോട്ട് പോവുക. ഈ 2 റാങ്കിൽ ടീമിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഒരു CTC ITC ഒക്കെ ലെവലിലേക്ക് എത്തുമ്പോഴേക്ക് നല്ല അസറ്റ് ബിൽഡ് ചെയ്യാനുള്ള ലെവലിലേക്ക് നമ്മൾ മാറും. ഇന്ന് ഭവാനി സാറാണെങ്കിലും ബെൽനി സാറാണെങ്കിലും ബിജു സാർ, ഒരുപാട് ലീഡേഴ്സ് നമ്മൾ കാണാറുണ്ടല്ലോ. ഒരു അസറ്റ് വീടായാലും വണ്ടി ആയാലും വലിയ വലിയ ലെവലിലുള്ള ഒരു ഫാമിലിയിലേക്ക് ഒരു മാറാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ അസറ്റ് ബിൽഡ് ചെയ്യുന്ന ലെവലിലേക്ക് ആവും പിന്നെ നമ്മളെ മാറ്റം. പിന്നെ ഒരു WTC ആൻഡ് അബോ ലീഡേഴ്സ് ആകുമ്പോഴേക്കും നമ്മളെ ഡയമണ്ട് ഒക്കെ അനീഷ് സാറ്, ബെല്ലി സാറ്, മുബീൻ സാറിനൊക്കെ, മുബീൻ സാർ അമേരിക്കയിൽ 1.5 വർഷമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ട്രെയിനിങ് മുബീൻ സാറിന് കിട്ടിയിട്ടുണ്ടോ? പക്ഷെ ഇന്ന് അയാൾ ക്രൗൺ ഡയമണ്ട് ആയത് അമേരിക്കയിൽ നിന്നിട്ടാ. ഇന്ത്യയിലെ കച്ചവടം ഇവിടെ നടന്നിട്ടാണ് അയാൾ അവിടെ വലിയ വലിയ റാങ്കുകളൊക്കെ ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ അന്ന് 10 വർഷം മുന്നേ നല്ലൊരു ടീം ഉണ്ടാക്കാൻ നല്ല എഫേർട്ട് മുബീൻ സാർ എടുത്തിട്ടുണ്ടാവും. പക്ഷെ ഇന്ന് ആൾക്ക് തിരിഞ്ഞു നോക്കേണ്ട ഒരു അവസ്ഥ വരുന്നില്ല. അപ്പൊ അതാണ് ഈ ഒരു ബിസിനസിന്റെ ലെവല് നടന്നത്. ഒരു WTC അബോ ഒക്കെ ആകുമ്പോഴേക്കും നമ്മളെ ഫാമിലി ഹാപ്പി ഫാമിലി ആയിട്ട് മാറുന്നതാണ് ഞാൻ പഠിച്ചൊരു കാര്യം. ഇന്നിപ്പോ എനിക്ക് തോന്നുന്നു WTC ഒക്കെ ആകുമ്പോഴേക്ക് വെള്ളി സാറ് താമസിക്കാൻ പോകുന്ന വീട് 12,000 സ്ക്വയർ ഫീറ്റ് വീട്ടിലേക്ക് സാറിന്റെ മാറ്റങ്ങൾ നമ്മളൊക്കെ ഓരോരുത്തരും കാണുന്നുണ്ട്. അപ്പൊ ഈ ഒരു കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ അച്ചീവ്മെന്റുകൾ, ഷോ ബിസിനസ് ആണെന്ന് പറയാറുണ്ട്. ഒരു സ്റ്റാർ, ഈ ബിസിനസ്സിൽ ഞങ്ങളൊക്കെ വരുന്ന സമയത്ത് സ്റ്റാർ അല്ലേ ഇനി, അല്ലെ അന്ന് സിൽവറും ബ്രോൺസും ഒന്നുമില്ല. 50,000 ബിസിനസ് വോളിയം മാച്ച് ആവണം. നമുക്കൊരു റെക്കഗ്നേഷനും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ഇന്ന് കടന്നു വരുന്ന വ്യക്തികൾക്ക് പോലും നല്ല ആദരവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ ആ 50,000 മാച്ച് ആകുമ്പോൾ നമുക്ക് ഒരു 6,000 രൂപ നമുക്ക് നമ്മളെ അക്കൗണ്ടിലേക്ക് വരുമാനം വരും. അപ്പൊ നമുക്ക് നല്ലൊരു മൊബൈൽ ഫോണാണ് നമ്മൾ അച്ചീവ് ചെയ്യുന്നത് ഫസ്റ്റ്. അത് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. ഇങ്ങനെ കറങ്ങി കളിക്കുന്ന ഒരു മൊബൈൽ ഫോണൊക്കെ കയ്യിൽ വെച്ചുമ്പോൾ ഒരു ബിസിനസ് ഒന്നും പറയാനൊരു സ്ഥലത്തേക്കും പോകാൻ പാടില്ല. ആ ഒരു സ്റ്റാർ ആയ ഒരു വ്യക്തിക്ക് ID അടിക്കാനും മെയിൽ അയക്കാനും പോസ്റ്റർ ഉണ്ടാക്കാനും ഈ 3 കാര്യങ്ങൾ അറിയില്ലെങ്കിൽ അത് ലീഡർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു TC ലീഡർ ആണെങ്കിൽ നിന്റെ സ്റ്റാറിനെ ഈ 3 കാര്യങ്ങളും പഠിപ്പിക്കാനുള്ള വർക്ക്ഷോപ്പ് വെച്ചിട്ട്, പ്ലാൻ പ്രസന്റേഷൻ വർക്ക്ഷോപ്പ് വെച്ച്, ടെക്നിക്കൽ വർക്ക്ഷോപ്പ് വെച്ചിട്ട് ഒരു 10-15 ആൾ മതി ഒരു വർക്ക്ഷോപ്പിൽ. കാരണം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. കൂടുതൽ ആളാകുമ്പോൾ നമുക്ക് അവരെ പഠിപ്പിച്ച് അയക്കാൻ പറ്റില്ല. അങ്ങനെ അവരെ പഠിപ്പിച്ച് ഫീൽഡിൽ നിങ്ങളൊന്ന് ഇറക്കി നോക്കി. പ്ലാന് തലയിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു ലീഡർ എന്ത് നെഗറ്റീവ് പ്രതിസന്ധികളും പ്രയാസങ്ങളും മുന്നിൽ വന്നാലും തൽക്കാലം ഒന്ന് നിർത്തുമെങ്കിലും കൂടിയിട്ട് അവർ ഈ ബിസിനസ് വിട്ടുപോകില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അവരെ പഠിപ്പിക്കുക. ഈ 3 കാര്യങ്ങൾ അവർക്ക് അറിയും എന്നുള്ളത് നമ്മൾക്ക് ഉറച്ച വിശ്വാസം ഉണ്ടാവണം. കാരണം ഇപ്പോഴും ഒരു STC ഒരാൾക്ക് ID അടിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങളെ സ്റ്റാറിന്റെ കഴിവ് നിങ്ങളായിട്ട് നശിപ്പിക്കുക എന്നുള്ളത് ഞാൻ പറയും. കാരണം അവരെ പഠിപ്പിച്ചു കൊടുത്താൽ, വലിയ സാർ പറയാറില്ല, മീൻ പിടിക്കാനല്ല പിടിക്കാനാ പഠിപ്പിച്ചു കൊടുക്കുന്നത്, പിടിച്ചു കൊടുക്കല്ല, മീൻ പിടിക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം എന്നറിയാറില്ല. അതേപോലെ തന്നെ നമ്മൾ ആ കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ആ പഠിപ്പിച്ചിറങ്ങിയ ടീമുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഇന്നിപ്പോ എനിക്ക് 71ഓളം TC ആൻഡ് അബോ ലീഡേഴ്സ് ഉണ്ട്. ഇന്ന് ഞാൻ അടുക്കളയിൽ ഇരുന്ന് മീൻ മുറിക്കുമ്പോൾ എന്റെ അക്കൗണ്ടിലേക്ക് ഇൻകം വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത്രയും ലീഡേഴ്സ് ഞാൻ 10 മണിക്കും 11 മണിക്കൊക്കെ വിളിച്ചു നോക്കുമ്പോൾ പ്രബീർ സാറിനെ പോലുള്ള സതീഷ് സാറിനെ പോലുള്ള ലീഡേഴ്സ് ഒക്കെ ഫീൽഡിൽ ഇറങ്ങി ഓല് നല്ല വർക്ക് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകൾ വർക്ക് ചെയ്യുന്ന സമയത്തും എന്റെ അക്കൗണ്ടിലേക്ക് വരുമാനം വരുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. അപ്പൊ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഈ കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഒരു TC റാങ്ക് ഒക്കെ ആകുമ്പോഴേക്കും നമ്മളൊരു വണ്ടി നിർബന്ധമായിട്ടും ഒരു 2 വീലർ അച്ചീവറായി മാറണം. ഞങ്ങൾ അതും ചെയ്തതാട്ടോ. ഇതൊക്കെ ഞാൻ ചെയ്തുകൊണ്ടാണ് എനിക്കത് പറഞ്ഞുതരാൻ പറ്റുന്നത്. TC റാങ്കിൽ ഡ്രൈവിംഗ് പോലും പഠിച്ചില്ല. വണ്ടി എടുത്തേരെ ഞങ്ങൾ രണ്ടുപേരും ഡ്രൈവിംഗ് പഠിച്ചേ. വണ്ടി എടുത്തു. നിങ്ങളെ ബിസിനസിന്റെ സ്പീഡ് കൂടണമെങ്കിൽ നിങ്ങൾക്ക് വണ്ടി ഉണ്ടായേ പറ്റൂ. കുറെ ലേഡീസ് ഉള്ളതുകൊണ്ട് തന്നെ പറയാണ്, നമ്മൾ വിചാരിച്ചാൽ നടക്കാത്ത ഒരു കാര്യമില്ല. ഞാനൊക്കെ ലൈസൻസ് എടുത്തു വെച്ച സമയത്ത് ഹൃദയ ആക്സിഡന്റ് പറ്റിയ സമയത്ത് എനിക്ക് വണ്ടി എടുക്കുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു.
പക്ഷെ ഓരോരോ വേദികളിലും ഭവാനി സാർ എന്നെ നാണം കെടുത്തും. ലൈസൻസ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മെഴുകുതിരി കുത്തി വെച്ചിട്ട് അത് പൂജിച്ചോളി, നാണക്കേട് എന്ന് പറഞ്ഞിട്ട് ഓരോരോ ഈ ട്രെയിനിങ്ങിലും കളിയാക്കുമ്പോ കാറ് പഠിച്ച് ഒന്നും ഓടിക്കൂല എന്നുള്ള ലെവലായി. പക്ഷെ ഞാൻ പറയും ഇയാൾ ഇന്നെ എങ്ങനെ കളിയാക്കാണോ, ഞാൻ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാശി ഉണ്ടല്ലോ, എങ്ങനെയെങ്കിലും ലീഡറുടെ മുന്നിൽ കൂടി അത് ഓടിച്ചു പോയേ മതിയാവും എന്നുള്ളൊരു വാശിയിൽ. അതിന് സാറ് വയനാട് ചുരം കാർ ഓടിച്ചു. ഒരു വർഷം നമ്മൾ 2021 ഒരു കാർ വാങ്ങിച്ചു. പക്ഷെ അത് ഡ്രൈവിംഗ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഗിയറും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടായി തോന്നി. പക്ഷെ 2 വർഷം ഞങ്ങള് ഡ്രൈവർ വെച്ചിട്ടാണ് പോയത്. പക്ഷെ ഇപ്പം ഞാൻ 2 വർഷം മുന്നേ ഒരു മാരുതിന്റെ ഇഗ്നീസ് ഫുൾ ഓപ്ഷൻ വണ്ടി, ഒരു ഓട്ടോമാറ്റിക് വണ്ടി വാങ്ങിച്ചു. പക്ഷെ ഇന്ന് ആ വയനാട് ചുരത്തിലേക്ക് ഞങ്ങൾ ഒരു വർക്കിന് പോയ സമയത്ത് ഭവാനി സാർ എന്നെ കൊണ്ടാണ് ഓടിപ്പിച്ച വണ്ടി. പക്ഷെ ആ ചുരം കയറി ഇറങ്ങിയ സമയത്ത് എനിക്ക് നല്ല മാറ്റം ഉണ്ടായത്. കാരണം ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ഓടിച്ചു പോകാനൊക്കെ എനിക്ക് പറ്റുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഉള്ളിലൊരു വാശി വേണം, വണ്ടി ഞാൻ പഠിക്കും, എന്റെ ബിസിനസ്സിന് സ്പീഡ് കൂടണമെങ്കിൽ എനിക്കൊരു ആക്റ്റീവ് ഉണ്ടായേ മതിയാവും എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ഇന്ന് ചിന്തിച്ചിട്ട് ഒരു വണ്ടി എടുക്കാനുള്ള, ഒരു വണ്ടി അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു സ്റ്റെപ്പ്. മൂന്നാമത്തെ DTC റാങ്ക് എത്തുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒരു ലാപ്ടോപ്പ്, ഒരു ടാബ്, നമ്മളെ പ്രസന്റേഷൻ സ്റ്റൈല് ഒന്ന് മാറിയിട്ടുണ്ടെങ്കിൽ നമ്മളെ മാറ്റം കാണുമ്പോഴാണ് നമ്മളെ കൂടെ ആളുകൾ കടന്നു വരിക. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു STC റാങ്ക് എത്തിയാൽ, ഒരു 50 ലക്ഷം ബിസിനസ് വോളിയം മാച്ച് ആയിട്ടുണ്ടെങ്കിൽ ഒരു കാർ അച്ചീവറായി മാറാൻ നിങ്ങൾ തയ്യാറാണ്. ധൈര്യം കാണിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ ഞങ്ങളൊന്നും പൈസ ഉണ്ടായിട്ടല്ല അന്ന് കാർ എടുത്ത്. സാറ് പറഞ്ഞ് കാർ എടുക്കണം, നിങ്ങളെ മാറ്റം കണ്ടാലേ ശ്രീജേച്ചി ബിസിനസ്സിലെ ആൾ വരുള്ളൂ. പക്ഷെ ആ കറക്റ്റ് സമയത്ത് ഞങ്ങൾ കാർ എടുത്തുകൊണ്ട് തന്നെ ഫാസ്റ്റ് ആയിട്ട് എനിക്ക് RTCയിലേക്കും, അതേപോലെ തന്നെ ഫാസ്റ്റ് ആയിട്ട് ഇന്നിപ്പോ സമയത്താത്തൊക്കെ പറയും, ആസ്മാത്താത്ത പറയും, മാലതി മേഡം പറയും, ശ്രീജ മാഡം കാർ എടുത്ത് ഓടിച്ചു പോകുന്നതാണ് ഞങ്ങളെ ഇൻസ്പിറേഷൻ. കാരണം ശ്രീജ മാഡത്തിന്റെ ആ ഒരു മാറ്റം ഞങ്ങൾക്കും ഇതുപോലെ, ശ്രീജ മാഡത്തിനെ പോലെ ചെറിയൊരാൾക്ക് കാറൊക്കെ ഓടിച്ചു പോകാൻ ചിലപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തന്നെ ചിരി വരും. ചിലപ്പോൾ കാറിനുള്ളിൽ ഞാൻ ഉണ്ടോ എന്ന് തന്നെ അറിയില്ല, കാറ് സ്വന്തം പോവാന്നാ തോന്നുന്നത്. അത്രയും ഉള്ള ഒരു, ഞാൻ തന്നെ എന്നെ നുള്ളി വെക്കും, ഞാൻ തന്നെയാണ് ഈ പോകുന്നതെന്നുള്ളത്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഒരു കാറൊന്നും ഓടിച്ചു പോകുന്നു. അതൊക്കെ ഭവനി സാറിന്റെ പ്രഷറാട്ടോ, കളിയാക്കലും പ്രഷറും ഒക്കെ പാടെ കൂടിയിട്ടാണ് ഞാൻ ആ ഒരു മാറ്റത്തിലേക്ക് നമ്മൾ മാറാൻ തയ്യാറായത്. നമ്മൾ മാറാൻ തയ്യാറായി, മാറ്റത്തിനനുസരിച്ച് നിങ്ങൾ മാറാൻ തയ്യാറായില്ലെങ്കിൽ മാറ്റം നിങ്ങളെ മാറ്റിക്കളയെന്നാ പറയാറ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരോ മാറ്റങ്ങളും കാണിച്ചു കൊടുത്തിട്ട് അച്ചീവ്മെന്റുകളൊക്കെ നേടി മുന്നോട്ട് പോവുക. ഈ നേട്ടങ്ങളൊക്കെ എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് ഒരു 5000 സ്ക്വയർ ഫീറ്റ് വീടാ. അത് നമുക്കറിയാം, നമ്മൾ ഇന്ന് മുബീൻ സാറിന്റെയോ അനീസ് സാറിന്റെയോ ബെല്ലി സാറിന്റെയോ ഒക്കെ മാറ്റങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഈ ഒരു സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്നാൽ, ഇന്ന് ഞാൻ NTC ആയിട്ടുണ്ടെങ്കിൽ 2 കോടി മാച്ച് ആയിട്ട് ഒരു 24 ലക്ഷം വരുമാനം എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കിട്ടിക്കഴിഞ്ഞ വരുമാനം പറയില്ലേ, നമ്മളെ റാങ്ക് മാത്രമേ ഇപ്പൊ നിൽക്കുള്ളൂ. ഇനി എനിക്ക് എന്ത് കിട്ടാണ്ട് നാളുകളിലേക്ക്, ഇന്ന് വരെ കിട്ടിയതൊക്കെ കഴിഞ്ഞു, ഒക്കെ തീർന്നു കഴിഞ്ഞു. ഇനി നാളുകളിലേക്ക് ഞാൻ എന്ത് നേട്ടം നേടാൻ പറ്റും, എനിക്ക് എന്ത് ഉണ്ടാക്കാൻ പറ്റും എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ. അത് നിങ്ങൾക്കൊക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. അതുകൊണ്ട് തന്നെ ഒരു മൂന്ന് വർഷം, ഒരു 3 വർഷമൊക്കെ മതിയോ, ഒരു 3-4 വർഷം കഴിയുമ്പോഴേക്ക് ഞാൻ എന്താവും എന്നുള്ളത് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. അപ്പൊ ഈ ക്യൂവിൽ നിങ്ങൾ പിടിച്ചു നിൽക്കണം. ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരും നമ്മൾ വിജയിക്കാൻ പോകുമ്പോൾ. ഭവാനി സാർ എപ്പോഴും പറയലുണ്ട്, നമ്മൾ ഓടുന്ന സമയത്ത് ദൈവം ഒരൊറ്റ വടിയെടുത്ത് ഒരു ഏറെറിയും. അപ്പൊ നമ്മളെ കാലിന് കൊണ്ട് നമ്മൾ അവിടെ മറിഞ്ഞ് കെട്ടി വീഴും. പക്ഷെ ആ വീഴ്ചയിൽ നമ്മൾ അവിടെ തന്നെ കിടക്കുകയാണെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂല. അത് നമ്മളെ പരീക്ഷണങ്ങളാണ്. ഇത്രയും വലിയൊരു എമൗണ്ട് ഒക്കെ നമ്മളെ കയ്യിലേക്ക് തരുമ്പം അത് അനുഭവിക്കാനുള്ള യോഗ്യത ഉണ്ടോ, അത് അല്ലെങ്കിൽ ആ ഒരു എമൗണ്ട് കയ്യിൽ വെക്കാനുള്ള യോഗ്യത ഉണ്ടോ എന്ന് ദൈവം പരീക്ഷിക്കും എന്നൊക്കെ പറയും. ആ ഒരു മോട്ടിവേഷൻ സ്പീച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു ബിസിനസ് പിടിച്ചു നിർത്തി. അതൊക്കെ സത്യമാണ്. ആ വീണോടത്തിൽ കിടന്ന് ഉരുളാണ്ട് എണീറ്റ് ഓടാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പൊ അത് പ്രശ്നങ്ങളൊക്കെ മുന്നിൽ വരും. അതൊന്നും എനിക്ക് ബാധകമല്ല എന്ന് വിചാരിച്ച് നമ്മൾ ഇറങ്ങി ഓടുക. എന്താണോ ലീഡർ പറയുന്നത്, ചെറു സാറാണെങ്കിലും ഇപ്പൊ ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്, നമ്മളെ ലീഡർ എന്താണോ പറയുന്നത് അത് കറക്റ്റ് ആയിട്ട് അക്ഷരം പ്രതി, എനിക്ക് ഒന്നും അറിയില്ല, എന്നോട് പറഞ്ഞ കാര്യം എന്താ പറയുക, ഒന്നുകിൽ പറഞ്ഞാൽ അനുസരിക്കണം, ഫോൺ വിളിച്ചാൽ ഫോൺ എടുക്കണം, അതേപോലെ തന്നെ മീറ്റിങ്ങിന് വിളിച്ചാൽ മീറ്റിങ്ങിന് വരണം. ഇത് രണ്ടും ചെയ്യാതെ ഒരാൾ നിൽക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ ഓലെ ഫോളോ ചെയ്യണ്ട. കാരണം വെച്ചാൽ ഓൽക്ക് രക്ഷപ്പെടാനുള്ള സമയമായിട്ടില്ല. സമയമായുള്ളൂ, സമയമായോര് അത് പറഞ്ഞ് അനുസരിക്കും. അന്ന് ഒരു കുട്ടീനെ പോലെ എല്ലാ കാര്യങ്ങളും അനുസരിച്ച് പോയതുകൊണ്ട് തന്നെ ഞാനും ഹസ്ബൻഡും സാറിന്റെ കൂടെ കട്ടയ്ക്കുന്നതുകൊണ്ടാണ് ഇന്ന് എനിക്ക് രക്ഷപ്പെടാൻ പറ്റിയത്. എന്റെ കൂടെ അതുപോലെ ഒരുപാട് ലീഡേഴ്സ് വന്നിട്ട് എന്ത് പറഞ്ഞാലും, ഞാനൊരു ലേഡിയാണ്, എനിക്കുള്ള റെസ്പെക്ട് അവർ തരാറുണ്ട്. ഞാൻ ചോദിക്കും, അയ്യോ എന്നെക്കാളും വലിയ പ്രബീർ സാറിനെ കണ്ടാൽ അറിയാം, ഹരിഹരേട്ടനൊക്കെ എടുത്ത് നിൽക്കുമ്പോൾ ഞാൻ മേലോട്ട് നോക്കിയിട്ട് സംസാരിക്കാം. അത്രയും വലിയ മനുഷ്യന്മാർ, അവരോടൊക്കെ ഞാൻ എങ്ങനെ അത്ര സ്ട്രോങ് ആയിട്ട് സംസാരിക്കാന്നൊക്കെ ഞാൻ വിചാരിക്കും. പക്ഷെ ഞാൻ പറയുന്നത് അക്ഷരം പ്രതി അനുസരിച്ച് എന്നെ റെസ്പെക്റ്റോട് കൂടി അവർ ചെയ്യാറുണ്ട്. അതാണ് നമ്മളെ ലീഡർ പഠിപ്പിച്ചു കൊടുക്കുന്നത് കേട്ടോ. എന്തായാലും അടിപൊളിയായിട്ട് ടീം നല്ല ലെവലിൽ പോകുന്നുണ്ട്. ഈ ഒരു ക്യൂവിൽ നിൽക്കുമ്പോൾ ഉന്തും തിക്കും തള്ളും ഒക്കെ
പ്രയാസങ്ങളുണ്ടാവും. ചിലപ്പോൾ അസോസിയേറ്റിന്റെ അടുത്ത് നമുക്ക് ചീത്ത കേൾക്കേണ്ടി വരും, ലീഡേഴ്സിന്റെ അടുത്ത് കേൾക്കേണ്ടി വരും. പക്ഷെ അതൊന്നും എന്നെ ബാധിക്കൂല. ഞാൻ ഈ ഒരു ക്യൂവിൽ നിൽക്കും. എനിക്കത് സഹിക്കൂല എന്ന് പറഞ്ഞ് നിങ്ങൾ മാറി നിൽക്കുകയാണെങ്കിൽ ക്യൂ അങ്ങോട്ട് അതിന്റെ വഴിക്ക് അങ്ങ് പോകും. പക്ഷെ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ മുന്നിൽ പോയി നിൽക്കാൻ വിചാരിച്ചാൽ ഒരിക്കലും അത് ആരും സമ്മതിക്കൂല. അതുകൊണ്ട് തന്നെ ആ തിക്കും തള്ളും എന്തും ഒക്കെ സഹിച്ചിട്ട് ആ ക്യൂവിൽ നിൽക്കുക. നിങ്ങളെ ലക്ഷ്യസ്ഥാനത്തേക്കാണ് പോകുന്നത്, ഒരു ഡയമെൻഷിപ്പിലേക്ക്. അതുവരെ ഞാൻ ഇതിൽ പ്രവർത്തിച്ച് അടങ്ങും. ഞാൻ ഒരു കോടീശ്വരനോ ഒരു കോടീശ്വരമായിട്ട് ഞാൻ മരിക്കൂ. അല്ലെ, ജനിക്കുന്നത് പാവപ്പെട്ടവനായ ജനിക്കുന്നത് നമ്മളെ തെറ്റല്ല. പക്ഷെ മരിക്കുമ്പം നമ്മൾ പാവപ്പെട്ടവനാകുന്നത് അത് നമ്മളെ മാത്രം മിസ്റ്റേക്ക് ആണെന്നുള്ള മനസ്സിലാക്കിയിട്ട് ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ദൈവം കൊണ്ടു തന്നിട്ടുണ്ട്. താൻ പാതി ദൈവം പാതി എന്നാ പറയുന്നത്. ദൈവത്തിന്റെ പാതി കഴിഞ്ഞു, ദൈവം ആ പാതയിൽ എത്തിച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ നമ്മളാണ് ചെയ്യേണ്ടത്. അത് വിജയിച്ച് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു സെലിബ്രിറ്റിയെ പോലെ തന്നെ. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിക്കും ഓരോരുത്തരുടെ കാൽമേലൊക്കെ വീഴുമ്പോൾ ഞാൻ തന്നെ കരഞ്ഞു. കാരണം വെച്ചാൽ ഞാൻ എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്തൊക്കെയോ ഉണ്ടും പോലെ എൻ്റെ. പക്ഷെ അതൊന്നും ഞാൻ ചിന്തിക്കാറില്ല. ഇന്നിപ്പോ ഫോട്ടോ എടുക്കാനൊക്കെ വയ്യ കൂടുന്ന സമയത്തും എനിക്ക് ഉള്ളില് ഭയങ്കര ഒരു അഭിമാനം തോന്നുന്നത്. അപ്പൊ നമ്മളെ മാറ്റം നമ്മള് വിജയത്തിന്റെ പടിവാതിൽക്കൽ എത്തിയോണ്ടായിരിക്കാം നമ്മളങ്ങനെ ഈ ശ്രീജാ മേഡത്തിനെ പോലെ ആവണം അങ്ങനെയൊക്കെ ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. ഞാനും ആദ്യം ഒരു സുമിത മേഡത്തിനെ കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ബിസിനസ്സിലേ വന്നേ. 210 വാങ്ങുന്ന ലേഡി ലീഡർ. അവരെ പോലെ എനിക്ക് എന്താ, അവര് വണ്ടി പഠിച്ചിട്ടുണ്ട്, അവര് കാർ ഓടിക്കുന്നുണ്ട്, അതേപോലെ തന്നെ എനിക്ക് മാറണം എന്നുള്ളത് ഞാൻ തീരുമാനിച്ചു. ആ ചിന്ത തന്നെയാണ് എന്നെ ഇന്ന് മാറ്റത്തിലേക്ക് മാറിയത്. അപ്പൊ നമ്മൾ തീരുമാനം എടുക്കുക. ഇന്ന് ഞാൻ ഫുൾ ടൈം കരിയറായി ഈ ഒരു ബിസിനസ് ചെയ്യും എന്നുള്ളത് നിങ്ങൾ തീരുമാനം എടുക്കുക. ഇപ്പൊ ഏത് തൊഴിലാണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന തൊഴിൽ 4 ദിവസം നിന്ന് പോയാൽ ഉണ്ടാവില്ല. നമ്മളെ ഈ ഒരു ബിസിനസ്സിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എന്റെ ടീമും എന്റെ ഇൻകും അതേപോലെ തന്നെ ഹസ്ബൻഡിൽ നിന്ന് മക്കളിലേക്കും 3 തലമുറയ്ക്ക് നോമിനേഷൻ ഫെസിലിറ്റി കൊടുക്കുന്ന നല്ലൊരു ബിസിനസ് അവസരത്തിലാണ് നമ്മൾ എത്തിപ്പെട്ടത്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അന്ന് ഞാനൊരു തുണി ഷോപ്പിലാണെങ്കിൽ ജോലി ചെയ്യുന്നെങ്കിൽ എനിക്ക് ഏറ്റവും ചുരുങ്ങിയ ഒരു 10,000. എന്നാൽ ഒരു കുട്ടി ബി BA പഠിച്ച കുട്ടി ഇന്റർവ്യൂവിന് പോയിക്കുന്ന തുണി ഷോപ്പിൽ 7,000 രൂപ ശമ്പളത്തിന് നല്ലോണം ഞാൻ കൊടുത്ത്. കാരണം വെച്ചാൽ നമ്മളെ ബിസിനസ്സിൽ സിൽവർ ആണ്, എന്നിട്ട് പോലും ഒരു 7,000 വരുമാനത്തിന് പോവുക. ഞാൻ വെച്ച് ഈ എന്ത് പൊട്ടത്തര കാണിക്കുന്ന വെച്ച് ഞാൻ ഓളെ പറഞ്ഞ് തിരുത്തി കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞു, ശ്രീജേച്ചി ഇത് ചെയ്യണ്ടല്ലേ, എന്നാ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഷോപ്പിൽ നിൽക്കണം. ഞാൻ 10,000 കൂട്ടിയേ. എനിക്കൊരു 10,000 രൂപ കിട്ടുകയാണെങ്കിൽ ഒരു വർഷം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് 1,20,000. ഒരു 5 വർഷം ഞാൻ പണിയെടുത്താൽ ഒരു 6 ലക്ഷം രൂപ എനിക്ക് കിട്ടും. പക്ഷെ ഇന്ന് ഈ ബിസിനസ്സിൽ 5 വർഷം പണിയെടുത്തുകൊണ്ട് തന്നെ, അല്ല ഒരു 5 വർഷമായപ്പോൾ ഞാൻ 25 ലക്ഷം വരുമാനം വാങ്ങി കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഈ ഒരു ടീം വർക്കിന്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ ഉള്ള ഈ ഒരു മേഖലയിൽ വെറുതെ ടൈം വേസ്റ്റ് ആക്കാതെ ഫുൾ ടൈം കരിയറായിട്ട് നിങ്ങൾ റീറ്റെയിലും ചെയ്ത് ഈ ബിസിനസ് മുന്നോട്ട് ഫാസ്റ്റ് ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ നേടാൻ പറ്റും. അതിന് നിങ്ങൾക്ക് എല്ലാവരും സർവേശ്വരനോട് ഞാൻ നന്ദി പറയുന്നു. നിങ്ങൾക്ക് അതിലൊക്കെ സാധിക്കട്ടെ. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമ്മളൊരു പ്രതിജ്ഞ ചെയ്യാം. ഈ ബിസിനസ് ഞാൻ വിട്ടുപോകില്ല എന്നുള്ളൊരു പ്രതിജ്ഞ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ആ നേട്ടങ്ങളൊക്കെ നേടാൻ പറ്റും. ഞാൻ ഇന്ന് ഒരുപാട് നേട്ടങ്ങൾ ഇന്നിപ്പോ ഞാൻ പറയും, ഒരുപാട് എന്നും സങ്കടങ്ങളും കണ്ണീരും മാത്രമായ എനിക്ക് ഇന്നിപ്പോ സന്തോഷം കൊണ്ടാ സത്യം പറഞ്ഞാൽ കണ്ണീര് വരാറ്. കാരണം അയ്യോ എന്ന് പറയുമ്പോൾ ഓടി വരാൻ എനിക്ക് എന്റെ ടീം മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഞാൻ എപ്പോഴും പറയും അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇനി സ്വന്തം അസോസിയേറ്റ് ആണെങ്കിലും ലവ് ലൈൻസ് ആണെങ്കിലും ഒക്കെ തന്നെ നമ്മളെ ഹെൽപ്പിനൊക്കെ എപ്പോഴും ഉണ്ടാവും. അതാണ് മൈ ലൈഫ് ഫാമിലി എന്ന് പറയുന്നത്, കല്ലി സാറിന്റെ ഒരു ടീം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ പിടിച്ചു നിൽക്കുക. ഈ ഒരു ബിസിനസ്സിൽ എല്ലാവർക്കും നല്ല വിജയങ്ങൾ ഉണ്ടാക്കാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്ത ചെറൂർ സാറിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് മൈ ലൈഫ് സ്റ്റൈൽ. ഓക്കെ, താങ്ക് യു.